ബദർ പോർക്കളത്തിലൂടെ നടക്കുകയും ബദറിന്റെ പെരുമാറിൽ നാളെ യുദ്ധമുണ്ടായാൽ ശത്രു സമൂഹം മരിച്ചു വീഴുന്ന രംഗങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ചരിത്രത്തിൽ. തന്റെ കൈ ഇങ്ങനെ വീശിക്കൊണ്ട് പുണ്യനബി പറയുന്നുണ്ട്, ഇവിടെ അബുൽ ഹക്കം വീഴും, അബു ജഹൽ ഇവിടെ കിടക്കും, ഒത്തപത്ത് ഇവിടെ മരിച്ചു വീഴും, ഷൈബത്ത് മറ്റൊരു ഭാഗത്ത് മരിച്ചു വീഴും, അസബത്ത് ബിൻ ഉസൈ ഇവിടെ മരിച്ചു വീഴും. ഇങ്ങനെ ഓരോരുത്തരും മരിക്കുന്ന രംഗങ്ങളെ അല്ലെങ്കിൽ മരിച്ചു വീഴുന്ന സ്ഥലങ്ങളെ പുണ്യനബി സഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അന്നത്തെ രാത്രി. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി നിങ്ങളൊക്കെ കിടന്നുറങ്ങണമെന്ന്, അല്പമൊന്ന് വിശ്രമിക്കണം. റമദാനാണ്, പകൽ നോമ്പാണ്. രാത്രി അവർക്ക് വിശ്രമിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു, നിങ്ങളൊന്ന് വിശ്രമിച്ചേക്കണമേ. എല്ലാവരും നല്ല ഉറക്കിലായി. തടി തളർന്ന് ഉറങ്ങുക എന്ന് പറയില്ലേ നമ്മൾ, കാരണം നടന്ന് തളർന്ന് ക്ഷീണിച്ചവരാണ്. പകല് നോമ്പ് നോക്കി യുദ്ധത്തിന്റെ അല്ലെങ്കിൽ തീക്ഷ്ണമായ കെടുതികൾ അനുഭവിച്ച് യുദ്ധക്കളത്തിലേക്ക് വരുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് നോമ്പായാൽ പിന്നെ നമ്മൾ ഒരു പരിപാടി നടക്കില്ല, നോമ്പായാൽ പിന്നെ നമുക്ക് ഒരു പരിപാടിയില്ല. എന്നാൽ ഇവിടെ മഹാനായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായികൾ യുദ്ധത്തിന്റെ കെടുതിയിലാണ്, യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെയാണ് ബദറിന്റെ പോർക്കളത്തിലേക്ക് രാത്രി ഇശാഇനോട് അടുത്ത സമയത്ത് എത്തുകയും അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് കിടന്നുറങ്ങാൻ പറയുകയും ചെയ്തു. ആരമുത്തൊളിവോതി സത്യമാകെയുറ്ററിവോൻ പെരിയവനാണ് ഇത്തലമാ കുഫിർകളെ ഹാനി മൃത്യുമേ ആനതിൽ പിററാവി ചെപ്പിടെ അന്തലൈലതിലെ സ്വഹബരടങ്ങൾ ശയനമേ തടികൾ തളർന്നുടന്നവുമേ ആരമുത്തൊളിയോതി സത്യമാകെയുറ്ററിവോൻ പെരിയവനാണ് ഇത്തലമാം കുഫിർകളെ ഹാനി മൃത്യുമേ പാരമുറ്റിക്കിനാവിൽ പറ്റി ജനാപത്തെ കുളിയെ ചിലർകളിൽ പാടനിത്തിരയായി ഉണരവെ നീർ കുളിപ്പതിനായി പാത്തിടും പൊഴുതിൽ കുഫിർ നടുവാകും അമ്പസുടെ തനമത് പാവർ ചുറ്റുവതാ നിലയതിൽ തോടർ മുട്ടുവതായി ആരമുത്തൊളിയോതി സത്യമാകെയുറ്ററിവോൻ പെരിയവനാണ് ഇത്തലമാ കുഫിർകളെ ഹാനി മൃത്യുമേ പീരിതർ സ്വഹബാർകളിൽ മശക്കത്തും പൻഹുസ്നായി സമയമിൽ വേളയിൽ ശൈത്താൻ നരതടി കോലമുറ്റുരയായി ബീഗം ഹാദിറിൽ തോളരിൽ അണവുറ്റവർ മനസ്സை വസുവസിൽ ബീഗമാക്കുവതായി ഉടൻ ഇബ്ലീസുരത്തിടലായി ആരമുത്തൊളിയോതി സത്യമാകെയുറ്ററിവോൻ പെരിയവനാണ് ഇത്തലമാം കുഫിർകളെ ഹാനി മൃത്യുമേ ഉറക്കക്ഷീണം അവർക്ക് ബാധിക്കരുത് എന്ന് അറിയുന്ന പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ രാത്രി കിടന്നുറങ്ങണമെന്ന്. അങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി ആജ്ഞ കൊടുത്തു പുണ്യനബി. തളർന്ന് ക്ഷീണിച്ച് നഗ്നപാതരായി നടന്ന സഹാബത്ത് പോലും ഉണ്ട്. ചെരുപ്പ് പോലും ധരിക്കാൻ കാലിലില്ലാതെ ഇത്രയും ദൂരം നടന്നും തളർന്ന് വന്ന് കാലിന്റെ അടിഭാഗത്ത് തോലൊക്കെ ചൂടുകൊണ്ട് ഉരുകിയിട്ട് തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ആ തോലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് കാല് നിലത്ത് വെക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രയാസപ്പെടുന്ന സഹാബത്ത് പോലും ആ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവര് രാത്രി ഒന്ന് കിടന്നുറങ്ങും. നമ്മളായാലും ഒരു പകല് കുറച്ച് അധ്വാനമുള്ള പണിയോ അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയത്തെ കിടത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയുന്ന ചെയ്ത് ഒന്ന് വീഴ കൊണ്ടോ കൊണ്ടുപോകും. വളരെ ക്ഷീണത്തിൽ, വല്ലാത്ത ക്ഷീണത്തിൽ സഹാബത്ത് ഉറങ്ങാത്ത ഒരാള് മാത്രമേ അന്ന് രാത്രി ഉണ്ടായിരുന്നുള്ളൂ. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം പറയണം, ചരിത്രത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ രാത്രി ഉറങ്ങാത്ത ഒരാൾ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിലേക്ക് അടുത്ത് വരുന്ന ഒരു മരത്തിന്റെ ചോട്ടിൽ കരഞ്ഞും തളർന്നും സുജൂദ് ചെയ്തും ദുആയിലായിരുന്നു പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി, ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉറക്കൊഴിഞ്ഞ പ്രാർത്ഥനയിലും വേദനയിലുമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലേക്കും എടുത്തറിയപ്പെടാൻ പോകുന്ന ഒരു നേർക്കാഴ്ചയിലേക്ക്, പിറ്റേന്ന് രാവിലെ സംഭവിക്കുന്ന ഒരു നേർക്കാഴ്ചയിലേക്ക് വരാൻ പോകുന്ന ഒരു സംഘത്തെയാണ് അല്ലാഹുവിന്റെ ഹബീബ് ഉറങ്ങാൻ വേണ്ടി നിർദ്ദേശിച്ചത്. ആ ഉറക്കത്തിൽ അവർക്ക് ജനാബത്തുണ്ടായി, ഉറക്കത്തിൽ അവർക്ക് ഇന്ദ്രിയ സ്ഖലനമുണ്ടായി. ജനാബത്ത് എന്നാൽ കുളിക്കണം.
കുളിച്ചാലേ നിസ്കാരം സഹിയാവും. ജനാപത്തുള്ളത് കൊണ്ട് കുളിക്കൽ നിർബന്ധമാണ്. പല സഹാബത്തിനും ആ രാത്രി തടി തളർന്നപ്പോ ജനാപത്തുണ്ടായി. രാത്രി ജനാപത്തുണ്ടായി എന്നതിനപ്പുറത്ത് ജനാപത്ത് അള്ളാഹു ഉണ്ടാക്കി എന്ന് പറയാവുന്നതാണ്. കാരണം അതിന് വ്യക്തമായൊരു കാരണമുണ്ടായി. വ്യക്തമായൊരു കാരണം, ശത്രു സമൂഹം ഒരു ഭാഗത്തുകൂടെ കടന്നു വന്നിട്ട് അവർ ഏറ്റെടുത്ത സ്ഥലം അല്ലെങ്കിൽ കൃത്യമായി അവർ സംവിധാനിച്ച സ്ഥലത്ത് നല്ല വെള്ളമുണ്ടായി. ആ വെള്ളക്കെട്ടിന്റെ ഭാഗങ്ങളിലാണ് ശത്രു സമൂഹം അഥവാ അബൂജഹലും കൂട്ടരും നിലയുറപ്പിച്ചു വെച്ചത്. എങ്കിൽ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷക്കാർ ജീവിക്കുന്ന അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുത്ത സ്ഥലത്ത് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് രാത്രി തടി തളർന്നുറങ്ങുന്ന സഹാബത്തിന് ജനാപത്തുണ്ടായപ്പോ പാതിരാവിൽ സുബഹിക്ക് കുറെ മുമ്പ് ഇവരെല്ലാരും എഴുന്നേറ്റു. സുബഹി നിസ്കാരത്തിന്റെ അല്പം മുമ്പ് തന്നെ എല്ലാവരും എഴുന്നേൽക്കും, തഹജ്ജുദൊക്കെ നിസ്കരിക്കും. പക്ഷെ അന്ന് ഉറക്കം ഞെട്ടിയവരൊക്കെ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്നില്ല. ഇങ്ങനെ നാല് ഭാഗത്തും നിൽക്കുകയാണ്, ആർക്കും നിസ്കരിക്കാൻ കഴിയുന്നില്ല. അപ്പോ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട്, മൂപ്പരം നിസ്കരിക്കാത്തതെന്ന് ഇപ്പുറത്തെ അയാൾ നിസ്കരിക്കാത്ത ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവസാനം ചോദിച്ചു, അല്ല എന്താന്ന് ഇങ്ങനെ നിസ്കരിക്കുന്നില്ലേ, തഹജ്ജുദില്ലേ? അപ്പൊ പറഞ്ഞു, എനിക്ക് കുളിക്കണം. അപ്പം അയാൾ പറഞ്ഞു, മറ്റേ സഹാബി പറഞ്ഞു, എനിക്കും കുളിക്കണം. എല്ലാരും തന്നെ പറഞ്ഞു, എനിക്ക് കുളിക്കണം തന്നെ. ഉറക്കം ഞെട്ടിയവരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കുളിക്കണം എന്നാണ്. എവിടെ നിന്ന് വെള്ളം കിട്ടാൻ? സഹാബത്തെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ നിന്നിട്ട് എന്താ റബ്ബേ ചെയ്യ, റസൂലുള്ളാഹിനോട് പറയാനുള്ള നാണക്കേട്. എങ്ങനെ നബിയോട് പോയിട്ട് പറയാം നമുക്ക് ജനാപത്തുണ്ടായിട്ട് കുളിക്കണമെന്ന് ഇങ്ങനെ പറയാം. അങ്ങനെ ഒരു സങ്കടത്തിൽ എല്ലാരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇബ്ലീസ് വന്നു. ലേനത്തുള്ളാഹി അലൈഹി. ഇബ്ലീസ് മനുഷ്യന്റെ കോലത്തിൽ വന്നു. ഇബ്ലീസ് ഏത് കോലത്തിലും വരും. ഇബ്ലീസിനെ കണ്ടിട്ടില്ല ഞങ്ങള്? അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാണ്. അപ്പോ ഇബ്ലീസ് വന്നിട്ട് മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് സെന്ററിൽ നിന്നിട്ട് സഹാബത്തിന് മോസ്മാസ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, അല്ല നിങ്ങളെന്താ നിസ്കരിക്കാത്തേന്ന് വെച്ചു. അപ്പൊ ഇത് ഒരാളാണ് കണക്കൂടി. ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് ജനാപത്തുണ്ട്, കുളിക്കണം എന്ന് പറഞ്ഞു, വെള്ളമില്ലാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടന്മാരാ, നിങ്ങൾ അല്ലാഹുവിന്റെ പാർട്ടിയല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾക്ക് വെള്ളമില്ലാത്ത? സത്യത്തിൽ അബൂജഹല് മരിച്ചാൽ നരകത്ത് പോകുന്നു വന്ന ടീമാണ്. അവർക്ക് നല്ല സുഖമുണ്ട്, അള്ളാഹ് വെള്ളമൊക്കെ കൊടുത്ത് നല്ല റാഹത്താക്കിയിട്ടുണ്ട്. നിങ്ങൾ മരിച്ചാൽ സ്വർഗത്ത് പോകുന്ന പറഞ്ഞ ടീം. നിങ്ങൾക്ക് അള്ളാഹ് വെള്ളം തന്നെ സുഖം, ദുനിയാവിൽ ഒരു സൗകര്യം നിങ്ങൾക്ക് തന്നിട്ടില്ലേ വെച്ചു. അതുകൊണ്ട് അവരെ നോക്കി പഠിക്കും. ഇബ്ലീസ് അങ്ങനെയാണ് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കും. ഇബ്ലീസ് ഒരു വല്ലാത്ത സാധനമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരിക്കൽ സഹാബത്തിനിടയിൽ വന്നിട്ട് ഇബ്ലീസ് മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ചോദിച്ചല്ലോ, ഒലക്കയും ഉരലും വെച്ച് കുത്തും ആർക്ക് ഏതെന്ന ഒച്ച വരുന്നു? ഈ ഉരലുണ്ടല്ലോ, ഉരൽ എന്ന് പറഞ്ഞ സാധനമില്ലേ, ഉരള് എന്ന് പറയുന്നേ, ഇങ്ങനെ കുത്തുന്നേ ഇല്ലേ? ഇതൊന്നും കണ്ടില്ലേ? ഈ നമ്മളെ പഴയ വീട്ടിലൊക്കെ ഉരലുണ്ടാവും. ഇപ്പോഴത്തെ തലമുറക്ക് അത് പരിചയമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറക്ക് പരിചയമില്ല. ഇപ്പം അവർ മിക്സിയല്ല കാണില്ല. പഴയ കാലത്തെ പെണ്ണുങ്ങൾ ഉരളിൽ ഇങ്ങനെ ഒലക്കേട്ട് ഇങ്ങനെ കുത്തണം. അപ്പൊ അങ്ങനെ ഒലക്കേട്ട് കുത്തുമ്പോ ഇങ്ങനെ ഒച്ച ഉണ്ടാവും. അങ്ങനെയാണ് മാവെല്ലാം പൊടിക്കുക. പഴയ കാലത്ത് ഗോതമ്പ് കുത്തുക, അരിയൊക്കെ പൊടിക്കൽ ഇങ്ങനെയാണ്. ഇതിങ്ങനെ കുത്തിയിട്ട് പൊടിക്കുക. അപ്പൊ ഇബ്ലീസ് വന്നിട്ട് ചോദ്യം ചോദിച്ചു സഹാബത്തിന്റെ ഇടയിൽ, ഇങ്ങനെ കുത്തുമ്പോ ഒരു ഒച്ച ഉണ്ടാകുമല്ലോ അല്ലേ, ഈ ഒച്ച വരുന്നത് ഉരളിന്റെ ഉള്ളിൽ നിന്നാണോ അല്ലെങ്കിൽ ഒലക്കന്റെ മേലെ നിന്നാണോ വെച്ചു? അതിപ്പോ അങ്ങനെ മറുപടി പറയാ. എല്ലാവർക്കും സംശയം, ഇതാ ഇവിടുന്ന് വരുന്നത്. അന്നേരം എല്ലാരും ആലോചിച്ചത്, ഇത് എവിടെ നിന്ന് ഇപ്പൊ വരുന്നത്, കുത്തുമ്പോ എവിടെ ഒച്ച വരുന്നത്, ഇതിനുള്ളിൽ നിന്നാണോ ഇതിന്റെ മേലെ നിന്നാണോ? ഭയങ്കര സംശയായി. സഹാബത്ത് ഇങ്ങനെ ചർച്ചയിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ചർച്ചയാക്കൽ ഇബ്ലീസിന്റെ പരിപാടി. ആ സമയത്ത് നഷ്ടപ്പെടുത്താല. അങ്ങനെ ചോദിച്ച് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഇതേ ചോദ്യം ചോദിച്ചു. ഈ കുത്തുമുണ്ടാകുന്ന ഒച്ച ഒലക്കേന്റെ ഉള്ളിൽ നിന്ന് അല്ല ഉരലിന്റെ ഉള്ളിൽ നിന്നാണോ ഒലക്കം വല്ലെന്നാണ് ചോദിച്ചു. ഒരു സെക്കൻഡ് ഇബ്ലീസിന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി കൊടുത്ത് കണ്ണിനൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ ഒരൊച്ച വന്നില്ല, അത് എന്റെ കയ്യിൽ നിന്നാണോ നിന്റെ മോദം വന്നാണോ വെച്ചു. അപ്പോ അതുപോലെ ഇബ്ലീസ് വന്ന് ഒരു വിശ്വാസം ഉണ്ടാക്കിയതാണ്. സഹാബത്തിനിടയിൽ ഒരു വല്ലാത്ത വിശ്വാസം ഉണ്ടാക്കിയത്. അപ്പൊ കുറെ ആൾ തീരുമാനിച്ചു, ഇനിയിപ്പോ എന്തായാലും റസൂലുള്ളാഹിനോട് പറയാൻ രക്ഷയില്ല, കുടിക്കാൻ വെള്ളം വേണമല്ലോ. അങ്ങനെ ഒരു സംഘം റസൂലുള്ളാഹിന്റെ നെടുമ്പുര ഒരു ടെന്റ് കെട്ടിയിട്ട് അവിടേക്ക് റസൂലുള്ളാഹി അതിന്റെ ഉള്ളിലുണ്ട്, അവിടത്തേക്ക് പോയി. ടെന്റ് കെട്ടിയ റസൂലുള്ളാഹിന്റെ ടെന്റിലൂടെ റസൂൽ ഉറങ്ങിയിട്ടില്ല, റസൂൽ ഇബാദത്തിലായിരുന്നു. അപ്പോ അതിന്റെ അടുത്ത് പോയി ഇങ്ങനെ നിന്നു. അങ്ങനെ മെല്ലെ ഇങ്ങനെ ഒരൊച്ചൊക്കെ ഉണ്ടാക്കി, അസ്സലാമു അലൈക്കും.
കൂടുതൽ ഒച്ചത്തിൽ റസൂലുള്ളാഹല്ലേ, ശബ്ദം കൂട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി ഉറങ്ങിയത് ഇവര് വിചാരിച്ചത്. കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അലി റളിയല്ലാഹു ആരാണ്? റസൂലുള്ളാഹിന്റെ പുയ്യാപ്ലയാണ്. എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അസ്സലാമു അലൈക്കും എല്ലാം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, വഅലൈക്കും അസ്സലാം, എന്താണ്, ആരാ പുറത്തുനിന്ന് വെച്ചു? യാ റസൂലല്ലാഹ്, ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട്, എന്താ എന്തൊക്കെ പറ്റിയത് എന്ന് വെച്ചു. അപ്പൊ എല്ലാരും ഇങ്ങനെ നിന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ പറ്റിയ കാര്യം, എന്താ നിങ്ങൾ എന്താ എല്ലാരും ഇങ്ങനെ കൂട്ടം കൂടി വന്നത്? അപ്പൊ എല്ലാരും ഇങ്ങനെ തലചോർന്ന് ഇതിങ്ങനെ പറയാ, എന്താക്കോ ദീനിന്റെ കാര്യല്ലേ. അല്ലാഹുവിന്റെ നബി പറഞ്ഞു, നിങ്ങൾ മടിക്കണ്ട, ദീനിന്റെ കാര്യല്ലേ, ചോദിച്ചോളൂ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ പലർക്കും ജനാബത്ത് ഉണ്ടായിട്ടുണ്ട്, അപ്പൊ കുളിക്കാൻ വെള്ളമില്ല, അപ്പോ അങ്ങനെ ഒരു പ്രയാസത്തിൽ ഞങ്ങളുണ്ട്. ഇത് പറഞ്ഞപ്പോ മുന്നേ നബി പറഞ്ഞു, സാരമില്ല, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തും. ആ നെടുമ്പരയുടെ മുന്നിലേക്ക് ഇറങ്ങി നിന്ന് സഹാബത്തിന്റെ കൂടെ നിന്നിട്ട് ഇരു കൈകൾ അങ്ങ് ഉയർത്തി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പറഞ്ഞു, നാഥാ, പടച്ച തമ്പുരാനെ, നിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, നിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ വന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസം അറിയുന്ന തമ്പുരാനെ, ഞങ്ങൾക്കിപ്പോ വെള്ളമില്ല റബ്ബേ, ഞങ്ങൾക്ക് വെള്ളമില്ല പടച്ചോനെ, വെള്ളമില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് നീ വെള്ളം തരണം അല്ലാഹ്. ആ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ആ ദ്വാരത്തിട്ട് കൈ തിരിച്ചെടുത്തിട്ടില്ല. അപ്പോഴേക്ക് ശക്തമായ ആകാശത്തിൽ മേഘങ്ങൾ വന്നുകൂടി, അതിശക്തമായ കാറ്റും ഇടിയും മിന്നും ബദർ പോർച്ചോരിന്ത് മത്തറത് പരന്തനരുളിനാലൂരം പെരും കത്തറാൻ ചതുർപുറം വരും ജലം സതറാൻ ചുഷന്ത തലമതും യശുന്ത നദിപടി ദിശന്തിടൈ പുനലാൽ അരികർകൾ തുടങ്ങിടൈ ഗസലാൽ ചൊരിന്ത് മത്തറത് പരന്തനരുളിനാലൂരം പെരും കത്തറാൻ ചതുർപുറം വരും ജലം സതറാൻ തുഷന്ത തലമതും യശുന്ത നദിപടി ദിശന്തിടൈ പുനലാൽ അരികർകൾ തുടങ്ങിടൈ ഗസലാൽ ചിരന്തകളും നെടിൽ ചറിന്ത് കുളികനും അറുന്തി പലതരമാൻ പൊടികളും അടങ്ങി പുവി ഉരമാൻ ചെളുത്ത് ചിലറൽ വളത്ത് തടയവെ കുളത്തെ പടി ഉകമാ ഉതുവതും എടുത്ത് തൊഴുകലുമാ ചൊരിന്ത് മത്തറത് പരന്തനരുളില ദൂരം തരും ഖത്തറാൽ ചതുർപുറം വരും ജലം സതറാൽ ഇരുந்த തലമിലെ കരந்த പൂവനമൽ പരந்த കൊശി മനമേ തിരുനബി ഇരந்த ദുആഫലമേ ഇറക്കമുടനബി കിരിക്കുവതിനൊരു അരിപ്പമുട ഹൈമ ഏക ഇശൈ മരത്തിൻ നിഴലകമാ ചുഷന്ത തലമതുമിഷുന്ത നദിപടി ദിശന്തിടൈ പുനലാൽ അരികർകൾ തുടങ്ങിടൈ ഗസലാൽ ചൊരിന്ത് മത്തറത് പരന്തനരുളിനാലൂരം പെരും കത്തറാൻ ചതുർപുറം വരും ജലം സതറാൻ ചുഷന്ത തലമതും യശുന്ത നദിപടി ദിശന്തിടൈ പുനലാൽ അരികർകൾ തുടങ്ങിടൈ ഗസലാൽ. നബി ദുആ ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തിയിട്ട് കൈ അങ്ങോട്ട് താഴ്ത്തിയിട്ടില്ല. അപ്പോഴേക്ക് മേഘങ്ങൾ വന്നു കൂടാൻ തുടങ്ങി. മേഘങ്ങൾ വന്നു കൂടിയെന്ന് മാത്രമല്ല, അതിശക്തമായ കാറ്റ്, പൊടിക്കാറ്റ് അങ്ങോട്ട് തുടങ്ങി. പൊടിക്കാറ്റ് തുടങ്ങിയെന്ന് മാത്രമല്ല, മിന്നും ഇടിയും, ശത്രുക്കളുടെ ടെന്റൊക്കെ പൊളിഞ്ഞ് തൂഫാനാകാൻ തുടങ്ങി. അവര് കൊണ്ടുകെട്ടിയ 100 കണക്കിന് ഒട്ടകങ്ങൾ വിരളി പിടിച്ച് 4 ഭാഗത്ത് ഓടാൻ തുടങ്ങി. ഇസ്ലാമിക സൈന്യത്തിന്റെ കഥ എന്താ? അതിശക്തമായ മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസ് പറയുന്നുണ്ട്, ശക്തമായ മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഒഴുകി വരുന്ന വെള്ളത്തെ ടാങ്ക് പോലെ കെട്ടിയിട്ട് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് വെള്ളം നിറച്ചു. നല്ല സുഖമാണ്, മഴയല്ലേ പെയ്യുന്നു, മഴക്ക് കളിക്കുക. ഇതിന്റെ കോടടക്കം മാറ്റേണ്ടി കേട്ടോ. ഇസ്ലാമിക സൈന്യത്തിന്റെ ഭാഗത്ത് നല്ല മഴയങ്ങ് പെയ്തപ്പോ സഹാബത്ത് നന്നായിട്ട് കുളിച്ചു. നല്ല കാറ്റും നല്ല മഴയും തണുത്തൊരന്തരീക്ഷം, കുളിയൊക്കെ കഴിഞ്ഞ്
അവർ വെള്ളം ഇങ്ങനെ മുൻപ് തന്നെ ബദറിന്റെ പല ഭാഗത്തും വെള്ളത്തിന്റെ കെട്ടുണ്ടായിരുന്നു. വെള്ളം അവിടെ ഇവിടെയൊക്കെ വെള്ളം കിട്ടുന്ന ജലസ്രോതസ്സുകൾ ബദറിലുണ്ട്. തലേ ദിവസം പുണ്യനബി ബദറിൽ വന്ന് ഇറങ്ങിയ പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സൈന്യത്തെ കൊണ്ടുപോയി നിർത്തിയ ഭാഗത്ത് നിർത്തിയപ്പോ യുദ്ധതന്ത്രജ്ഞനായ ഹബ്ബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, അല്ല നിങ്ങളുടെ ഉദ്ദേശപ്രകാരമാണോ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദ്യം ഹബ്ബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖസ്റജ് ഗോത്രത്തിന്റെ നേതാവായിരുന്ന ഹബ്ബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇത് എന്റെ അഭിപ്രായത്തിൽ നിൽക്കുന്നതാണ്, അള്ളാന്റെ കൽപ്പനയല്ല. ഇവിടെ നിൽക്കാൻ അള്ളാന്റെ ഇതൊന്നുമില്ല, ഇവിടെ നിൽക്കണം. അപ്പൊ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്നാൽ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ സത്യത്തിൽ നമുക്ക് അനുകൂലമല്ല. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മാറി ഹബ്ബാബ് റളിയല്ലാഹു അൻഹു കാട്ടിക്കൊടുത്ത ഭാഗത്തേക്ക് വേറെ പറഞ്ഞു, അവിടേക്ക് മാറി നിന്നാല് അവിടെ ജലാശയങ്ങൾ, ചെറിയ ചെറിയ ജലാശയങ്ങളുണ്ട്. അതിനപ്പുറത്ത് വലിയ ജലാശയം അവർ കൈയടക്കിയിട്ടുമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ചില ജലാശയങ്ങൾ നമുക്ക് എന്താക്കുക, വെള്ളമുള്ള ആ സ്ഥലം കുഴികളൊക്കെ നമുക്ക് മൂടിക്കളയാം, വെള്ളം കിട്ടാത്ത രൂപത്തിലാക്കണം. കാരണം ഈ ഒരുപാട് വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് അത് അനുകൂലമായി വരും. അതുകൊണ്ട് നമ്മൾ അതൊക്കെ മാറ്റിക്കളയണം. എന്നിട്ട് നമുക്കും അവർക്കും ഇടയിൽ വെള്ളമെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് കൃത്യമായിട്ട് നിൽക്കണം എന്ന് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനായ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് സ്വീകരിച്ചു. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഒരു മലക്ക് ഇറങ്ങി വന്നു എന്നാണ്. അപ്പൊ ജിബ്രീൽ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ആ മലക്ക് ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹബ്ബാബ് പറഞ്ഞ അഭിപ്രായം ശരിയാണ് പ്രവാചകൻ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കലാണ് നിങ്ങൾക്ക് നല്ലതെന്നുള്ളൂ. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ജിബ്രീലെ, ഇത് മലക്ക് തന്നെയാണോ എന്ന് ചോദിച്ചു. ശൈത്താൻ വരുമല്ലോ. അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആകാശ ലോകത്തുള്ള എല്ലാ മലക്കുകളെയും എനിക്കറിയില്ല, പക്ഷെ ഇത് ശൈത്താനല്ല, മലക്ക് തന്നെയാണ്. ഈ അഭിപ്രായം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, മാറി നിൽക്കലാം നല്ലതെന്നു. അപ്പൊ സത്യത്തിൽ ബദറിൽ ചെരിഞ്ഞ ഒരു പ്രദേശത്തേക്കാണ് പുണ്യനബി അന്ന് മാറി നിന്നത്. അവിടെ മാറി നിന്നപ്പോ അന്ന് രാത്രിയാണ് ഈ മഴയുണ്ടായത്. മഴയുണ്ടായപ്പോ സ്വാഭാവികമായും നബി ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് മാറി നിന്ന ഭാഗത്ത് പൊടിയുണ്ടായിരുന്നു. അങ്ങനെ ചവിട്ടിയാൽ പൊടി പാറുന്ന പൊടിപടലങ്ങളുടെ ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഈ മഴ പെയ്യുന്നത്. മഴ പെയ്തതോടുകൂടി മണ്ണ് അമർന്നു, പൊടി അമർന്നു. എന്നാൽ മറുഭാഗത്ത് നല്ലോണം വെള്ളം കിട്ടുന്ന ജലാശയത്തിന്റെ അടുത്ത് ക്യാമ്പ് ചെയ്ത ശത്രുവിന്റെ ജലാശയങ്ങളിലേക്ക് മഴ പെയ്ത് 4 ഭാഗത്തുനിന്നും ചളിയും വെള്ളം കിട്ടു വന്നു. ഇത് കംപ്ലീറ്റ് ആ കുണ്ടിലൊക്കെ നിറഞ്ഞു. കുടിക്കാനോ കുളിക്കാനോ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആ വെള്ളത്തെ അള്ളാഹു മാറ്റി. അതിന്റെ ഭാഗത്ത് നിന്നാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മറുഭാഗത്തേക്ക് മാറിക്കാ പറഞ്ഞത്. അതുകൊണ്ട് പുണ്യ ലഭിക്കോ ഈ മഴ പെയ്ത വെള്ളത്തെ അവർ കല്ലൊക്കെ വെച്ചിട്ട് ഒരു മണ്ണൊക്കെ മാന്തിയിട്ട് ഒരു നല്ല ടാങ്ക് പോലെ ആക്കിയിട്ട് കെട്ടി വെള്ളം നിർത്തിവെച്ചു. സത്യത്തിൽ ഇപ്പോൾ പുണ്യ നബിക്ക് നന്നായ വെള്ളവും കിട്ടി, ശത്രുക്കൾക്ക് ഉള്ള വെള്ളം ഹലാക്കാകുകയും ചെയ്തു. പിറ്റേന്ന് സുബഹിക്ക് ഈ മഴ പെയ്ത് കുളിച്ച് റാഹത്തായി നബി എല്ലാവരെയും നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞു. പുണ്യ നബിയുടെ കൂടെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പോർക്കളത്തിന്റെ മുഖാമുഖത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഇപ്പോ 2 സൈനികം പോകുന്നത്. മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളെ സഫാക്കി നിർത്താൻ തീരുമാനിച്ചു. വളരെ മനോഹരമായി ഒരാളുടെ ചുമലിനോട് മറ്റേയാളുടെ ചുമൽ ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ, എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാൾ പരിചയമാകുന്ന വിധത്തിൽ സഫ അങ്ങനെ നിർത്തിയത്. ഇങ്ങനെ ഒരു ഒരാള് ഇങ്ങനെ നിന്നാൽ അയാളെ നേരെ നമ്മൾ നിസ്കാരത്തെ സഫ നിൽക്കും പോലെ അല്ല നിന്നത്. ഒരാളുടെ ചുമല് ഫ്രണ്ടിൽ വന്നാൽ മറ്റയാളുടെ അടുത്ത ചുമൽ അയാളുടെ ബാക്കിൽ വരുന്ന രൂപത്തിൽ, ഇങ്ങനെ ഈ രൂപത്തിലായിരുന്നു സഫ നിർത്തിയത്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാൾ പരിചയമാകുന്ന വിധത്തിൽ. ഗഫാരിക്കാർ പറഞ്ഞല്ലോ, യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിനിടയിലൂടെ വന്നിട്ട് തട്ടിപ്പ് നടത്തി സാധനം വാരിക്കൊണ്ട് പോകുന്ന ഗഫാരികള്, ഞാൻ ഇന്നലെ പറഞ്ഞു റംളം ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ ഗഫാരികൾ മലയുടെ മടക്കുകളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു നോക്കുകയായിരുന്നു. ഇവരെ യുദ്ധം തുടങ്ങിയിട്ട് പോകണം, ഇവരെ സാധനം മാറ്റിയിട്ട് പോകാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇസ്ലാമിക സൈന്യത്തിനെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവരുടെ അടുക്കൽ നിന്ന് സാധനം മാറ്റാൻ ഒന്നുമില്ല, ഇനി ഉള്ളത് എടുക്കണമെങ്കിലും പറ്റൂല. കാരണം ഒരാൾ പരിചയം എന്ന രൂപത്തിൽ സഫായി നിൽക്കുകയാണ്. അങ്ങനെ സഫായി നിൽക്കുമ്പോ, സഫായിട്ട് നിൽക്കുമ്പോ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ് അല്പം കൂടിയതാണ്,
കുറച്ച് വയറ് കൂടിയ ആളാണ് മഹാനായ സബാദ് റളിയല്ലാഹു അൻഹു. സബാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറൽപ്പം കൂടിയത് കൊണ്ട് തന്നെ പുണ്യനബി ഇങ്ങനെ സ്വപ്നം നിർത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ഒരു ഈത്തപ്പറയുടെ മട്ടലിന്റെ കഷ്ണം ഉണ്ടായിരുന്നു കയ്യിൽ. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സാബത്ത് ഇങ്ങനെ തട്ടി തട്ടി നിർത്താം, ഇങ്ങനെ ശരിക്കും നിർത്താം. അപ്പൊ ഈ സബാദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടല് കുറച്ച് പുറത്തായപ്പോ അപ്പൊ ഇങ്ങനെ നിർത്തിയതല്ലേ, അപ്പൊ സബാദിന്റെ കുടല് കുറച്ച് അങ്ങോട്ടായി. അങ്ങോട്ട് നിന്നപ്പോ റസൂൽ എന്ത് ചെയ്തു, ആ കുടലിൽ ഒരു കുത്തു കൊടുത്തിട്ട് മെല്ലെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, സബാദെ നേരെ നിൽക്കുന്നു. ഇങ്ങനെ അപ്പൊ സാധാരണ നേതാക്കന്മാരൊക്കെ പറയുമല്ലോ, നേരെ നിൽക്കുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോ സബാദ് റളിയല്ലാഹു അൻഹു കുറച്ചിങ്ങനെ നേരെ നിന്നു. ഈ കുടലില്ലാണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ശ്വാസം പിടിച്ചിട്ട്. ഈ സബാദ് റളിയല്ലാഹു അൻഹു അല്പം വടിയോട് കുത്തിയപ്പോ പിന്നോട്ട് കൃത്യമായി നിന്നു മൂപ്പര്. പക്ഷെ പുണ്യനബി സഫങ്ങ് ശരിയാക്കിയിട്ട് തിരിച്ചു വരുമ്പോ സബാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്. പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ സബാദേ, കാര്യം പറയാനുണ്ട്? ഉദിമങ്കും താവ താവ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. പെരിയോനുമൈറക്കൈ പേശും ജിന്നിൻ സിടക്കൈ പെരിശം റസൂലദാക്കൈ യാ സഫിയല്ലാഹ് യാ സഫിയല്ലാഹ്. പരിശൈ റഹ്മത്തിനല്ലാഹ് ബഅതാക്കിയുള്ളതല്ല വരുത്തപ്പെടുത്താനല്ല യാ നജിയല്ലാഹ് യാ നജിയല്ലാഹ്. യാ മൗലൽ ഉറുബാ ഉശ്ര്യങ്ങൾ യാ ഹബീബാ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. കരുത്തപ്പോൾ ദൂതർ ചൊന്ന സവാരേതി ചൊന്നതെന്താ ത്വാഹാവിങ്ങളിന്ന സഫദിൽ സബഖാൻ സഫദിൽ സബഖാൻ. അത് ത്വാഹ ഉങ്ങളിത്തി ഖിദ്ഹാലേ ഉണ്ട് കുത്തി കവായത്ത് കൈമശത്തിൽ ആകുമെങ്കിലുമേ ആകുമെങ്കിലുമേ. മഹാനായ സബാദ് റളിയല്ലാഹു അൻഹു പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞു. നബി ചോദിച്ചു, എന്താ സബാദേ? അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളെ അള്ളാഹു ദുനിയാവിലേക്ക് നിയോഗിച്ചത് മനുഷ്യന്മാർക്ക് കരുണ ചെയ്യാനല്ലേ? അതേ സബാദേ, അതിനെന്താ പ്രശ്നം? അള്ളാഹുവിന്റെ അടിമകൾക്ക് കരുണ ചെയ്യാൻ കാരുണ്യവാനായ പടച്ചവൻ കരുണയുമായിട്ട് തന്നെയാണ് എന്നെ പടച്ചുവിട്ടത്. എന്തായാലും പ്രശ്നം എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ റസൂലേ, നിങ്ങൾ എന്നോട് ചെറിയൊരു വേദന എനിക്ക് പറ്റിയിട്ടുണ്ട്, ചെറിയൊരു അനീതി കാട്ടിയിട്ടുണ്ട്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സബാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട്, എന്താ സബാദ്, എന്താ നിനക്ക് സംഭവിച്ചത്? ഞാൻ കാരണം എന്താ സംഭവിച്ചത്? നിങ്ങൾ ആ വടിയോടൊരു കുത്ത് കിട്ടുന്നില്ലേ, ആ കുത്ത് തന്നപ്പന്റെ പള്ളക്കൊരു വേദന വന്നുപോയി. അപ്പൊ ഉടനെ പുണ്യനബി പറഞ്ഞു, സബാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സബാദ്, എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണം, മഹ്ശറിലേക്ക് ബാക്കി വെക്കാൻ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. എനിക്ക് പൊരുത്തപ്പെട്ടു. ആരായി നിങ്ങൾ ചിന്തിച്ചു കേട്ടെ, പൊരുത്തപ്പെട്ടു തരാൻ ആരായി പറയണത്? അനുയായിയോട് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിലെ നേതാക്കന്മാരോടാണ് ചങ്ങായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറലോകം കാണൂല, ജയിലിൽ നിന്ന് ഗോതമ്പുണ്ടിൽ നിന്ന് ജീവിക്കേണ്ടി വരും. പുണ്യനബിയോട് പറയാണ്, നിങ്ങളെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പൊ സബാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടൂല പ്രവാചകരെ, ഉളവായത് നിമിത്തം ഉളം നാനാത് പൊരുത്തം ആക്കിടാനബിയേ വിധമിൽ കോതി ഉമൈത്ത ബിന്ദത്തളിരീന് ഒത്ത വീകം പത്തനും മലിക്കുത്ത ആകും കൺമണിയേ
ഉരത്ത് യാ മൗലൽ ഉർബ ഉശിരങ്ങൾ യാ ഹബീബ ഉദിമങ്കും താവ താവ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സവാദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നീ എനിക്ക് പൊരുത്തപ്പെട്ട തരണമെങ്കിൽ എനിക്ക് നിങ്ങളെ തിരിച്ചു കുത്തണമെന്ന്. സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ എനിക്ക് കിസാസ് ചെയ്യണം, പ്രതിക്രിയ ചെയ്യണം, പ്രതികാരം ചെയ്യണം, എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണം. ഇത് പറഞ്ഞപ്പോ സഹാബത്തിന്റെ ഭാഗത്തുനിന്ന് വിളിച്ചു, യാ സവാദ്, എന്താണ് നീ പറയണത് വെച്ചു. സവാദ് റളിയല്ലാഹു ആ ഭാഗത്ത് നോക്കുന്നില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെ വാളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ റസൂലുള്ളാഹി സഫ് നിർത്തിയോണ്ടാ, ഇല്ലെങ്കിൽ സവാദ് റളിയല്ലാഹു ആ സമയത്ത് ഉണ്ടാവില്ല. സഫ് നനങ്ങാൻ പറ്റില്ല, നബി നിർത്തിയല്ലേ. അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ നിൽക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു വാളിന്റെ പിടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ 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 ഞെരുങ്ങുന്നു. സവാദേ, നീ ആരെയാ കുത്താൻ പോണ്? നീ ഒന്ന് കുത്തി നോക്കടോ പുണ്യ നബിയെ, ബാക്കി നിനക്ക് കാണിച്ചു തരാറ്. സവാദ് ആ ഭാഗം ശ്രദ്ധിച്ചില്ല. കാരണം ശ്രദ്ധിച്ചാൽ നടക്കൂല എന്ന് മൂപ്പർക്ക് അറിയാം. റസൂലുള്ളാഹിനോട് എനിക്ക് നിങ്ങളെ കുത്തണം, അപ്പൊ വടിയാണ്ട് കൊടുത്തു പിടിച്ചോ, ആ വടി കൊണ്ട് കുത്തിക്കോളൂ, ഈ വടി കൊണ്ടല്ലേ എന്നില്ല ഞാൻ കുത്തിയത്, ആ വടി കൊണ്ട് നീ എന്നെ കുത്ത്, തിരിച്ചു കുത്താൻ വേണ്ടി പുണ്യ നബി വടി കൊടുക്കാൻ. സവാദ് റസൂലുള്ളാഹിനെ വടിയങ്ങ് വാങ്ങാൻ, എന്തിന് കുത്താൻ വേണ്ടി വടി വാങ്ങിയപ്പോ സവാദ് റളിയല്ലാഹു എന്റെ പ്രവാചകരെ, ഞാൻ കുപ്പായിട്ടിട്ടില്ലല്ലോ, എന്നെ വെറും നഗ്നമായ പള്ളയിൽ അങ്ങ് കുത്തിയേ. ഞാൻ സവാദ് റളിയല്ലാഹു ഒരു ഫക്കീറായ മനുഷ്യനാണ്, കുപ്പായൊന്നും ഇടാനുള്ള ഒരു കഴിവൊന്നും ഇല്ലാത്തൊരു ഫക്കീറാണ്. മൂപ്പര് പറയും, ഞാൻ കുപ്പായിട്ടിട്ടല്ല യുദ്ധത്തിൽ നിൽക്കണത്, അപ്പൊ നഗ്നമായ പള്ളിയിൽ അങ്ങ് വടിയോട് കുത്തിയേ. അതുകൊണ്ട് പ്രതികാരം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നഗ്നമായ പള്ളിയിൽ കുത്തണം. എന്നാലേ എനിക്ക് അതിനാൽ അരികർക്ക് എല്ലാം അരിശംസവാതിൽ നില്ലാൻ അണിവിട്ടാനക്കമ്പല്ല ആർക്കും അപ്പൊടുതിൽ ഉദിപ്പിൽ നീളൽകളത്തെ ഉടലിൽ അണിയപ്പെട്ടെ ഉശർമ പുന്നാര ചട്ടെ കേട്ടിടയിറയില. എനിക്ക് നിങ്ങളുടെ നഗ്നമായ പള്ളിയിലാണ് കുത്തേണ്ടത്. കാരണം നിങ്ങൾ എന്നെ കുത്തിയത് എന്നെ നഗ്നമായ പള്ളിയിലാണ്, ഞാൻ കുപ്പായിട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പള്ളിയിൽ കുത്തണം, നിങ്ങൾ കുപ്പായം അങ്ങോട്ട് മാറ്റണം. അപ്പോഴേക്ക് സഹാബത്ത് 4 ഭാഗത്ത് വിളിക്കാൻ, സവാദേ, ആരെയാ നീ കുത്താൻ പോണത്? പരിശുദ്ധ റസൂലിന്റെ മേനിയിലെങ്ങാനും നീ വടി കൊണ്ട് കുത്തിയാൽ സവാദേ, പിന്നെ നീ ദുനിയാവിൽ ബാക്കി ഉണ്ടാവില്ല. നീ പിന്നെ എന്റെ അവസാന കുത്തായിരിക്കും, പിന്നെ ദുനിയാവിൽ ബാക്കി ഉണ്ടാവില്ല. ഓരോരുത്തർ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റൂല, കാരണം നബി നിർത്തിയതാണ്, റസൂലുള്ളാഹി നിർത്തിയ സഫാണ്, അനങ്ങാൻ പറ്റൂല. അതാണ് ലോകത്ത് ഇത്ര നല്ലൊരു അച്ചടക്കമുള്ള സമുദായത്തെ വാർത്തെടുക്കാൻ വേറെ ലോകത്ത് ഒരു നേതാവിന് പറ്റിയിട്ടില്ല. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാതെ വേറെ ഒരു നേതാവിന് പറ്റിയിട്ടില്ല ഇങ്ങനൊരു അച്ചടക്കമുള്ള സമുദായത്തെ വാർത്തെടുക്കാൻ. ഭയങ്കര അച്ചടക്കം. നബി പറഞ്ഞത് നിൽക്കുകയാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നബി പറയാണ്ടില്ല അനുകൂല അമ്മാതിരി നിൽപ്പാൻ നിൽക്കണം. ആ നിന്നെടുത്ത സവാദിനോട് പറയണത്, യാ സവാദ്, നീ റസൂലുള്ളാഹിനെ കുത്തിയാൽ നിന്റെ അവസാനത്തെ കുത്തായിരിക്കും, നിന്നെ വെറുതെപ്പെടില്ല. അതൊന്നും സവാദ് റളിയല്ലാഹു കേൾക്കണില്ല. സവാദ് റളിയല്ലാഹു ഒരു കുത്താനുള്ള തീരുമാനത്തിൽ തന്നെ വടിയായിട്ട് കൈ പിടിച്ച് കുപ്പായം കയറ്റാൻ പറഞ്ഞു നബിയോട്, നിങ്ങളുടെ നഗ്നമായ പള്ളിയിൽ എനിക്ക് കുത്തണം. സവാദ് അത് പറഞ്ഞപ്പോ ലോകഗുരു തന്റെ കുപ്പായം അങ്ങോട്ട് മെല്ലെ പൊക്കി കൊടുക്കാണ്. നബിന്റെ സവാദോടിങ്കടുത്തു തീറ്റി അയിനാൽ തിരുവാക്കൻ അയർത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞാശ മിളിയോടുക്കി മൈമാൻ മഹാജുആൻ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ട് പടിക്കടുത്തേ കൈനായതമാക്കി ഇതോഹം ചാട്ടി
കതിര് മശങ്കം മെയ് പൊടിത്ത് പൂട്ടി. പുണ്യ നബിയുടെ കുപ്പായം പരിശുദ്ധ റസൂൽ തന്നെ പൊക്കി, ഇങ്ങനെ പള്ള കാണിച്ചു കൊടുത്തു, കുത്തിക്കോന്നോ. അത് കണ്ടപ്പോ സഹാബത്തെല്ലാം കണ്ണുപൂട്ടി. കാരണം സവാദ് കുത്താൻ പോവാണല്ലോ, അത് കാണാനാവൂല. സവാദ് റളിയല്ലാഹു അൻഹു കുത്തുന്നത് കാണാൻ പറ്റുന്നില്ല സഹാബത്തിന്. എന്നിട്ട് വേണ്ടേ കുത്തുന്നത് പോലെ നിങ്ങൾ ചിന്തിക്ക്, പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേനിയിലേക്ക് കുത്താൻ പോവാണ്. അതെങ്ങനെ പറ്റി കാണാൻ പറ്റുക? റസൂലുള്ളാഹിനെ കുത്തുന്നത് കാണാൻ ആർക്കും പറ്റൂല. അള്ളാഹു നബി ഒരിക്കല് ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനക്കാൻ പോയൊരു കഥയുണ്ട്. പരിശുദ്ധ റസൂൽ ഒരു ദിവസം വീട്ടിൽ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്ന് കരയാണ്. ചെറിയ മക്കളെ രണ്ടാളും, ഫാത്തിമയുടെ മക്കൾ. ഭയങ്കര കരച്ചിൽ, രണ്ടാക്കും പട്ടിണിയാണ്. പട്ടിണിയായിട്ട് ഇങ്ങനെ കരയണ മക്കളെ കണ്ടപ്പോ പുണ്യ നബി ഫാത്തിമ ബിബിയോട് ചോദിച്ചു, യാ ഫാത്തിമ, മക്കൾക്ക് ഭക്ഷണമൊന്നുമില്ലേ എന്ന് വെച്ചു. ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അപ്പൊ ചോദിച്ചു, അലി എവിടെ പോയി? അലി റളിയല്ലാഹു അൻഹു എവിടെ പോയി എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് സുഖമില്ല, കുറച്ച് ദിവസമായി മൂപ്പർ ഒരു ജോലിക്കും പോയിട്ടില്ല. അപ്പൊ നബി ഇറങ്ങി അങ്ങ് നടന്നു. ആ മക്കളുടെ കരച്ചിലും പട്ടിണി കണ്ടപ്പോ വല്ലാണ്ട് സങ്കടമായി പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ നടത്താൻ കൂടെ നടന്നു, കുറേ അങ്ങ് നടന്നു. രാവിലെ തന്നെ അങ്ങനെ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് പുണ്യ നബി പോയി ചോദിച്ചു. ജൂതനോട് ചോദിച്ചു, ജൂതൻ അറിയില്ല റസൂലുള്ളാഹിനെ. ജൂതനോട് ചോദിച്ചു, നിങ്ങളുടെ തോട്ടത്തിൽ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വെള്ളം നനക്കുന്ന ഒരാൾ വന്നിട്ടില്ല, ഈത്തമരത്തിന് വെള്ളം നനക്കണം. ആയിക്കോട്ടെ, ഞാൻ ചെയ്തോളാം. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കോരി നനച്ചാൽ ഒരു കാരക്ക ഒരു ഈത്തപ്പഴം നിങ്ങൾക്ക് തരും. ഒരു ബക്കറ്റ് വെള്ളത്തിന് ഒരു ഈത്തപ്പഴം തരും, അതാ കൂലി. റസൂൽ അങ്ങനെ കണക്കൂട്ടി. 10 ബക്കറ്റ് നനച്ചാൽ 10 കിട്ടുമല്ലോ, കുട്ടിയെ കൊടുക്കാലോ. ആരെ നിങ്ങൾ ചിന്തിച്ചു കേട്ടെ, പുണ്യ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 2 ബക്കറ്റ് വെള്ളം വലിച്ചു ജൂതന്റെ കിണറിൽ. ജൂതൻ അങ്ങനെ നോക്കി നിൽക്കുന്നു. 2 ബക്കറ്റ് വെള്ളം വലിച്ചു, 2 ഈത്തപ്പന മരത്തിന് കൊണ്ടുപോയിട്ട് ഒഴിച്ചു. 3ാമത് വെള്ളം കോരിയിട്ട് പൊക്കണം. പൊക്കുമ്പോ കയറ് പൊട്ടി ബക്കറ്റ് വെള്ളത്തിൽ പോയി. ആഴമുള്ള കിണറിലേക്ക് ബക്കറ്റ് അങ്ങ് വീണുപോയി. ഇത് കണ്ട ജൂതന് ദേഷ്യം പിടിച്ചു, അടി കൊടുത്തിട്ടുണ്ട് സുൽത്താനമുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അടി കൊടുത്തു. പുണ്യ നബി ജൂതന്റെ അടി വാങ്ങി. ഇനി ആരാണ് ഈ ബക്കറ്റ് എടുക്കുക, എങ്ങനെയാ വെള്ളം വലിക്കുക? 2 കാരൊക്കെ എടുത്തു കൊടുത്തു. 2 ബക്കറ്റ് വെള്ളം വലിച്ചല്ലോ, 2 കാരൊക്കെ എടുത്തു കൊടുത്തു. പോന്നു അടികെട്ടിയുടെ മുഖം അങ്ങനെ ചുവന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അങ്ങനെ റസൂലുള്ളാഹ് കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ റസൂലുള്ളാഹിക്ക് തോന്നി, അയാളുടെ ബക്കറ്റ് ഞാനല്ലേ കിടലിട്ടത്, അത് എടുത്തു കൊടുക്കേണ്ട ബാധ്യത നിനക്കില്ലേ? നബി തിരിച്ചു വന്നപ്പോൾ ജൂതൻ പറഞ്ഞു, എന്താന്ന് വെച്ചു. ഞാനാണ് കിണറിലെ ബക്കറ്റ് ഇട്ടത്, അത് എടുത്തു തരേണ്ട സഹോദരാന്ന് വെച്ചു. ഈ ആഴമുള്ള കിണറിന് നിങ്ങൾ എങ്ങനെ ബക്കറ്റ് എടുക്കാന്ന് വെച്ചു. ഞാൻ എടുത്തുതരാന്ന്. കിണറിന്റെ അടുക്കൽ വന്നിട്ട് പുണ്യ നബി കിണറിലേക്ക് കൈനീട്ടി എറിഞ്ഞു ബിസ്മില്ലാ എന്ന് പറഞ്ഞു. ബക്കറ്റിങ് വന്നു. ബക്കറ്റ് അങ്ങനെ വെള്ളടക്കം അങ്ങനെ പൊങ്ങി വന്നു. ആ ബക്കറ്റ് എടുത്ത് ജൂതന്റെ കയ്യിൽ കൊടുത്തു. പിടിച്ചോളൂ എന്ന് റസൂൽ ഒറ്റപ്പോൾ കണ്ടു. ഈ 2 കാരൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തു തൻ്റെ 2 മക്കൾക്ക് ഓരോന്ന്. അതിൽ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതനുണ്ടല്ലോ, ഈ അത്ഭുതത്തിൽ ഈ ബക്കറ്റും പിടിച്ച് നിൽക്കുകയാണ് ജൂതൻ തോട്ടത്തിൽ. അപ്പോഴാണ് ജൂതന്റെ പരിചയക്കാരനായ ഒരു മുസ്ലിം അങ്ങോട്ട് വന്നു, ഒരു മുസ്ലിം സഹോദരൻ അതുവഴി. അപ്പൊ ജൂതന്റെ നിൽപ്പ് കണ്ടപ്പോ മൂപ്പര് പറഞ്ഞു, അല്ല നീ എന്തിങ്ങനെ നിൽക്കുന്നു, വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പൊ പറഞ്ഞു, ഇങ്ങനൊരു അത്ഭുതം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഈ മുസ്ലിമായ സഹോദരൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോണത്. അപ്പൊ റസൂലുള്ളാഹി പോണത് ഇയാൾ കണ്ടിട്ട് സലാം പറഞ്ഞിട്ട് 2 ആളും പിരിഞ്ഞതാ. അപ്പൊ ഇയാൾ ഈ അത്ഭുതം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇവിടെ ഈത്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനക്കാൻ വേണ്ടി വന്നു, ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ഒരു അടി കൊടുത്തു. അപ്പൊ മൂപ്പരൊന്നും പറഞ്ഞില്ല. ആ ബക്കറ്റ് ഇങ്ങനെ കൈ നീട്ടി എടുത്തിട്ട് എന്റെ കയ്യിൽ ഞാൻ 2 കാരക്കയും കൊടുത്തിട്ട് പോയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഈ മുസ്ലിം സഹോദരൻ ഒരേ കരച്ചിലായിട്ട് കരഞ്ഞു. അയാൾ പൊട്ടിക്കരഞ്ഞു പോയി. അപ്പൊ ഈ ജൂതൻ ചോദിച്ചു, നീ എന്തിനാ കരയണത്? അപ്പൊ ചോദിച്ചു, ഇപ്പൊ ഇവിടെ അങ്ങോട്ട് നടന്നു പോയ മനുഷ്യനല്ലേ നീ പറയണത്? അതെ. 2 കാരക്ക കയ്യിൽ പിടിച്ച മനുഷ്യനല്ലേ, 2 ഈത്തപ്പഴം കയ്യിൽ പിടിച്ച പോയ മനുഷ്യനല്ലേ നീ പറയണത്? അതെ. അതാരാണെന്ന് നിനക്കറിയോ?
ഇല്ല ഇല്ല. എന്നാൽ ആ മനുഷ്യനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണത്. ഇത് പറഞ്ഞപ്പോ ജൂതൻ ഒരൊറ്റോട്ടമില്ല ഹദ്റത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പോയി നോക്കുമ്പോൾ നബി എന്താ ചെയ്തത്? ഈ രണ്ട് കാരക്ക രണ്ട് മക്കൾക്കും കൊടുത്തിട്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാരക്ക ഇങ്ങനെ തിന്നാണ്. റസൂലുള്ളാഹിന്റെ മടിയിൽ ഇരുന്നിട്ടാണ് ഇടത്തും വലത്തും രണ്ട് മക്കൾ ഇരുന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ കാരക്ക കൊടുക്കാണ് പുണ്യ നബി, ഈത്തപ്പഴം കൊടുക്കാണ്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ തിന്നുന്നുണ്ട്. ഉപ്പാപ്പ അങ്ങനെ വർത്താനം പറയുന്നുണ്ട് മക്കളോട് സന്തോഷത്തെ. അപ്പൊ ഈ ജൂതൻ അടിച്ച അടിയുടെ പാടുണ്ടായിരുന്നു പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജൂതൻ ഓടി വരുന്നു. ജൂതൻ ഓടി റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരുമ്പോ രണ്ട് മക്കളോടും പുണ്യ നബി എഴുന്നേൽപ്പിച്ചിട്ട് അകത്തേക്ക് പോകാൻ പറഞ്ഞു. രണ്ട് കുട്ടികൾ അകത്തേക്ക് പോയി. ജൂതൻ ഓടി വന്നപ്പോ ചോദിച്ചു, എന്താ സഹോദരാന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്നെ കൊണ്ട് എന്തെങ്കിലും നഷ്ടം വീണ്ടും ഉണ്ടായോ? അപ്പൊ അയാള് പറഞ്ഞു, യാ റസൂലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് ചൊല്ലിയിട്ട് അയാൾ പറയാണ്, പുണ്യ നബിയെ ഈ കൈ ഒന്ന് വെട്ടു, എന്റെ കൈ ഈ കൈയൊന്ന് മുറിച്ചു തരുമോ? ഈ കൈ എനിക്കൊന്ന് മുറിച്ചു തരുമോ? നിങ്ങളുടെ മുഖത്തടിച്ച കൈയായത്. ഈ കൈ എനിക്ക് വേണ്ട നബിയെ, ഈ കൈയൊന്ന് വെട്ടിത്തരണം. ആ കൈ മാത്രമല്ല, ആ കൈ നിങ്ങൾ അടിച്ച കൈ വെട്ടുക, എന്നിട്ട് എന്റെ ഈ കൈ അതിന് പകരമായി മറ്റൊരു കൈ കൂടി വെട്ട്, രണ്ട് കൈയും വെട്ടുകണം നിങ്ങൾ. അപ്പൊ പറഞ്ഞു, ജൂതനോട് പറഞ്ഞു, നിങ്ങളുടെ കൈ എനിക്ക് വേണ്ട, നിങ്ങളുടെ കൈ എനിക്ക് വേണ്ട. തന്റെ വിരലുകൊണ്ട് ജൂതന്റെ നെഞ്ചിൽ കുത്തിയിട്ട് ചോദിച്ചു, നിന്റെ കൽബ് എനിക്ക് തരുമോ? നിന്റെ ഹൃദയമാണ് എനിക്ക് വേണ്ടത്, നിന്റെ കൽബാണ് വേണ്ടത്, കൈയല്ല. കൽബ് എനിക്ക് തരാൻ പറ്റുമോ? അപ്പോഴാണ് അയാൾ വീണ്ടും പറഞ്ഞത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ പുണ്യ ഹബീബിന്റെ വയറ്റത്തേക്കാണ് സവാദ് റളിയല്ലാഹു അൻഹു കുത്താൻ പോകുന്നത്. ആർക്കാ സഹിക്കാൻ പറ്റുക? ആ കുത്താൻ പോകുന്ന സവാദിനെ പഠിച്ച 4 വഴിക്കും ആള് പറഞ്ഞിട്ട്, സവാദേ കുത്തിയാ നിന്റെ അവസാന കുത്താ പിന്നെ നീ ഉണ്ടാവൂല. ഈ ബദർ യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ തിരക്കടില്ല, ഇന്നെ നമ്മൾ കൊല്ലുന്നു പറഞ്ഞു. സവാദ് റളിയല്ലാഹു അൻഹു ഒന്നും ശ്രദ്ധിച്ചില്ല. റസൂലുള്ളാഹിന്റെ ശരീരം അങ്ങോട്ട് കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച വടിയാണ്, അത് വലിച്ചെറിയാൻ പറ്റൂല, റസൂലുള്ളാഹിന്റെ വടിയാണ്. ആ വടിക്കൊണ്ടൊരു ബഹുമാനം, റസൂലുള്ളാഹിന്റെ വടിയാണ്. അപ്പോ ആ വടി മെല്ലെ അവിടെ വെച്ചിട്ട് ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിച്ച പുണ്യ നബിയുടെ വയറ് അഴുതും മണത്തും ശൗക്കൊഴിയാതെ കരുവാം കമഴ്ന്നൂറും പുറത്ത് ചിന്തി കാതം കലർന്നേൽപ്പാനടുക്കൽ പൊന്തി കരുണർ നബി അവർ മുറാദൈ വീട്ടാൻ കരുതി തുറന്നതാം കമീസൈ ചൂട്ടാ നൈനാ നബി ത്വാഹ കമീസൈ കേറ്റി നവിണ്ട് സവാദോടി അടുത്തോ തീറ്റി സ്വർണ നബി പേരുമണത്തെ ചൊല്ല സുവനത്തിനും മറ്റും ഉകം ഉണ്ടില്ല മിരളി സവാദിന്റെ മുറാദ് തീർത്തേ മിസ്കടലിന്ന് കലവലിത്തേ. സവാദ് റളിയല്ലാഹു അൻഹു വടിയവിടെ വെച്ചിട്ട് ഓടിപ്പോയിട്ട് മുട്ടുകുത്തി അവിടെ ഇരുന്നിട്ട് റസൂലുള്ളാഹിന്റെ ഇങ്ങനായിട്ട് പിടിച്ച് കൈകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ആ പള്ളയിൽ എന്റെ മുഖം ചേർത്ത് മുത്തി മണക്കാൻ തുടങ്ങി, മുത്തം കൊടുക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞാൽ ഒരു വണ്ട് പൂവിൽ നിന്ന് തേൻ നുകരുന്ന പോലെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ തന്റെ ചുണ്ട് വെച്ച് മുത്തം കൊടുത്ത് കവിള് വെച്ച് സവാദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം, യാ ഹബീബല്ലാഹ് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. കണ്ടുനിന്ന 312 സഹാബിയും കരഞ്ഞിട്ടുണ്ടാവും സവാദ് റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ. സവാദ് റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ എല്ലാവരും കരഞ്ഞു പോയി. കാരണം ഓരോരുത്തരും ആലോചിച്ചു പോയി, നമ്മൾ ചിന്തിക്കാത്തതാണല്ലോ സവാദ് ചെയ്തത് എന്ന്. പുണ്യനബിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല സന്തോഷം വന്നാൽ റസൂലുള്ളാഹി പുഞ്ചിരിച്ചാൽ അണപ്പല്ല് കാണും. അന്നും അണപ്പല്ല് കണ്ട് ചിരിച്ചു എന്നാ പുണ്യനബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സവാദിനെപ്പെട്ട് എഴുന്നേൽപ്പിച്ചിട്ട് കരയുന്ന സവാദോട് ചോദിച്ചു, അങ്ങ് സവാദ് ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ചു. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണം? അപ്പൊ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നോട് ക്ഷമിക്കണം, യുദ്ധമാണ് മുന്നിൽ, യുദ്ധമാണ് മുന്നിൽ. സവാദ് യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ തിരിച്ച് ജീവനോടെ വരും, സവാദിന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ മരിക്കുകയാണെങ്കിൽ നരകം എനിക്ക് കിട്ടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹിന്റെ ശരീരത്തോട് ചേർന്ന ഒരു ശരീരം നരകം തൊടൂല, നരകം തൊടൂല. അള്ളാഹുവിന്റെ നബി ഒരു മനുഷ്യൻ കണ്ടാൽ കണ്ടോ നരകത്ത് പോകൂല. എങ്ങനെ കണ്ടാല്? നേരിട്ട് കണ്ടാൽ മാത്രമല്ല, സ്വപ്നത്തിലെങ്കിലും കണ്ടാൽ മതി. റസൂലുള്ളാഹിനെ ആ കണ്ട മനുഷ്യൻ നരകത്ത് പോകൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് അതിന്റെ ഭാഗ്യം തരട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പുണ്യ നബിയെ കിനാവിൽ ഒന്ന് കാണാൻ അള്ളാഹു സൗഭാഗ്യം തരട്ടെ. അതിന് ഏറ്റവും നല്ല മാർഗം എന്താ അറിയോ? സലാത്ത് ഇങ്ങനെ ചൊല്ലുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സലാത്ത് വർദ്ധിപ്പിച്ചാൽ റസൂലുള്ളാഹിനെ കിനാവാണ്. റസൂലുള്ളാഹിനെ ഒന്ന് കണ്ടാൽ മതി. കണ്ണുകൊണ്ട് നബി ഒന്ന് കണ്ടാൽ, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, എന്നെ കാണും, എന്നെ കണ്ട സത്യാണ്, പിശാചിന് എന്റെ കോലം കെട്ടാൻ കഴിയൂല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റസൂലുള്ളാഹിനെ ഒന്ന് കിനാവ് കണ്ടാൽ മതി, നമ്മൾ രക്ഷപ്പെടും. പക്ഷെ കാണണമെങ്കിൽ എന്ത് വേണം? പിൻപറ്റണം, റസൂലുള്ളാഹിനെ പിൻപറ്റണം, സ്വലാത്ത് ചെല്ലണം, സലാത്ത് ചെല്ലണം. എല്ലാ വ്യാഴാഴ്ച സലാത്ത് ഉണ്ടാവും. നാളെ ഈ പള്ളിയിലും സലാത്ത് ഉണ്ടാവും. ഇല്ല സാർ, ഉണ്ട്. ആരൊക്കെ സലാത്ത് എല്ലാം വരാന്നുള്ളാ പോയല്ലോ. സലാത്ത് ദായമായിട്ട് ചൊല്ലിയാൽ ഈ ഒരു ഭാഗ്യം ഉണ്ടാവും. അപ്പൊ ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ നരകത്തേക്ക് പോയാലൊന്ന് പേടിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ നബിയെ, നിങ്ങളെ ശരീരത്തിൽ ഞാനിങ്ങനെ ചേർന്ന് എന്റെ കവളൊന്ന് വെച്ചാൽ, ഞാൻ ചുംബനം നൽകിയാൽ, ഞാൻ ചുംബനം നൽകിയ ചുണ്ടുമായിട്ട് ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരൂലല്ലോ പുണ്യ നബിയെ, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, അതിനു വേണ്ടി ചെയ്തതാണ്. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹാബത്തിന് മുഴുവൻ സന്തോഷമായി. എല്ലാവരും പറഞ്ഞു പോയി, സവാദെ, നമ്മൾ വിചാരിക്കാത്തതാണല്ലോ നീ ചെയ്തത് എന്ന് മറ്റുള്ളവർ പറഞ്ഞു പോയി. സഫൊക്കെ ശരിയാക്കി നിർത്തി. മറുഭാഗത്ത് അബൂജഹലിന്റെ പാർട്ടി സഫ് നിർത്തിയിട്ടുണ്ട്. പക്ഷെ സഫ് എന്ന് പറഞ്ഞാൽ ഈ കോലത്തിലുള്ള സഫല്ല, അങ്ങനെ പരക്കാൻ നിർത്തിയില്ല. എല്ലാവരും കുറിച്ച് നിർത്തി. അവര് 950 ആൾക്കാരുണ്ട്, ഇവര് 313 ഉള്ളൂ. എന്നിട്ട് ആ കൂട്ടത്തില് ഒരാളെ അബൂജഹൽ പറഞ്ഞയച്ച്, അടുത്തടുത്തല്ലല്ലോ, കുറെ ദൂരായിരിക്കൂലേ, അതൊന്ന് മെല്ലെ പോയിട്ട് എത്ര ആളുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു. മൂപ്പര് പോയി ഇങ്ങനെ കണക്കെല്ലാം തിരിച്ചു വന്നു. കണക്കെടുത്ത് തിരിച്ചു വന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞ്, കൂടി വന്നാൽ ഒരു 70ന്റെ അപ്പുറത്തില്ല. അള്ളാഹു പറയുന്നുണ്ട്, അവരുടെ കണ്ണുകളിൽ നിങ്ങളെ ഞാൻ ന്യൂനപക്ഷമാക്കി കാണിച്ചു കൊടുത്തുവെന്ന്. അവരെ കണ്ണിലെ ഇസ്ലാമിക സൈന്യം ന്യൂനപക്ഷമാക്കി എന്ന് പറഞ്ഞാൽ കേവലം 70ൽ താഴെ മാത്രമേ മനുഷ്യന്മാരുള്ളൂ എന്ന് ആർക്ക് തോന്നി? ശത്രുക്കൾക്ക് തോന്നി. അങ്ങനെ അവരെ കണ്ണിൽ എന്തിനത്? അവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടട്ടെ, എന്നിട്ട് വേണമല്ല ശരിയാക്കാൻ. അതുകൊണ്ട് അവരുടെ കണ്ണില് ന്യൂനപക്ഷമായിട്ട് പുണ്യനബിയുടെ പാർട്ടിയെ അവർ അവതരിപ്പിച്ചു കൊടുത്തു പടച്ചതമ്പുരാൻ. പക്ഷേ അയാൾ വന്ന് പറഞ്ഞ വേറൊരു മറുപടി ഉണ്ട്. അവർ ന്യൂനപക്ഷമാണ്, 10-70 ആളേ ഉള്ളൂ. പക്ഷെ അവരുടെ ഒട്ടകങ്ങളുണ്ടല്ലോ, ഒട്ടകങ്ങൾ മരണം വഹിക്കുന്ന പോലെ നിൽക്കുന്നു. ആ ഒട്ടകങ്ങളുടെ മുഖം കാണുമ്പോൾ പേടിയാവും. ഒട്ടകത്തിന്റെ മുഖം കണ്ട, ഒട്ടകം ഒരു സാധു ജീവിയാണ്, ഒരു മനുഷ്യനും പേടിക്കണ്ട, ഇവൻ നിൽക്കുമ്പോൾ നിൽക്കാൻ കാണാണ്ട് പാവം. പക്ഷെ അന്ന് യുദ്ധക്കളത്തിൽ ഒട്ടകത്തെ കണ്ടാ പേടിയാവും. നിങ്ങൾ ഒട്ടകത്തെ കണ്ടിട്ടില്ലേ? അതാ പോകുന്ന ഒട്ടകം. നോക്ക്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പേര് കിട്ടാൻ തന്നെ കാരണം പൂച്ചക്കുഞ്ഞിനെ കൊണ്ട്. അബൂ ഹുറൈറ കുട്ടിപ്പൂച്ചകളുടെ ഉപ്പാന്നാണ് പേര്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മൂപ്പർക്ക് ഇഷ്ട പൂച്ചനെ, ഭയങ്കര. മൂപ്പർ എവിടെ പോയാലും പൂച്ച ഉണ്ടാവും, ഇഷ്ടംപോലെ പൂച്ച ഉണ്ടാവും. ഭയങ്കര പൂച്ചന്റെ ആളാ. പൂച്ച നല്ല ജീവിയാണ്, നിയമത്തുള്ള ജീവിയാണ്. മാന്തെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തെ കുറിച്ച് മറുഭാഗത്തുള്ളവർക്ക് കാണുന്ന വീഴ്ച എന്താണ്? മുഹമ്മദും സഹാബറിയണ്ടേ പാരൻ തോന്നിത്താതുക്കായുണ്ടേ ദലീല കുഫിർ പിന്തുന്നതിനാലെയും ധൈര്യ ഉറപ്പോടെ നിലപ്പാനായും കിളയൻ ജഹൽ കൗമോടൂര തേടുന്നേ കരുത്തിൽ മദീനോരേനെ കാണുന്നേ അലയാതൊരു മുഖത്തറുത്തുണ്ണുന്നേ അതതിൽ അകമാണുണ്ടുറപ്പു തന്നെ തന്നെ
ഉമൈറിട്ടോ നീല സ്വഹാബ തരത്തിൽ വീടുത്തപ്പോഴൊരു റാഖിബ ചിന്ത സഹബദറിവാൻ വേണ്ടി ചേടൻ അരികോരെ ഈടത്തിൽ തെണ്ടി. അതെ, ഈ എണ്ണം അറിയാൻ വേണ്ടിയിട്ട് അയച്ച ആള് അഥവാ ഉമേറിനെയാണ് അയച്ചത്. ഉമേർ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു ഒട്ടകത്തെ അറുത്ത് തിന്നാൻ മാത്രമേ അവരുള്ളൂ. ഇവരെത്ര ഒട്ടകത്തെ അറുത്ത് തിന്നിട്ട് 10-9 ഒട്ടകം തിന്ന ടീമായത് 1000 ആളുണ്ട്, ഏകദേശം 950. അവർ ഓരോ ഒട്ടകം അറുത്ത് തിന്നാവുന്ന ആളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 100-ൽ താഴെ മനുഷ്യന്മാരെ അവർക്കുള്ളൂ. പക്ഷെ അവരിയ്ക്കുന്ന ഒട്ടകണ്ടല്ലോ, ആ ഒട്ടകത്തെ കാണുമ്പോൾ ഭയാനകരമാണ്. ഒരു മരണം വഹിക്കുന്ന ജീവിയെ പോലെ ഒട്ടകം ഇങ്ങനെ നോക്കുകയാണ് നമ്മളെ. ആ ഒട്ടകത്തിന്റെ കണ്ണിൽ മരണമുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അത് മരണം വഹിക്കുന്ന സാധനമാണോ എന്നൊരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ബേജാറാവണ്ടടാ, ആകെ ഒരു 10 എണ്ണേ ഉള്ളൂ, നമ്മളെ ഒന്ന് ഊതിയാ പറഞ്ഞു. ഇന്ന് നമ്മളെ ഇന്ന് നമ്മളെ ദിവസം. ആരെ ദിവസം? അബൂജഹലിന്റെ ദിവസം. ഇപ്പൊ എല്ലാത്തിനും ഓരോ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളോട് ചോദിച്ചാൽ മതി, ദിനാചരണങ്ങൾ കഴിഞ്ഞില്ലേ മോനെ, എല്ലാത്തിനും ഓരോ ദിവസമാണ്. മദർ ഡേ, അമ്മമാർക്ക് ഒരു ദിവസം, അച്ഛന് വേറെ ദിവസം, രണ്ടാൾക്കും ഒന്നിച്ചൊരു ദിവസം ദുനിയാവിലില്ല. അമ്മക്കൊരു ദിവസമോ അച്ഛനൊരു ദിവസമോ പിന്നെ എല്ലാവർക്കും ഓരോ ദിവസം. ഇപ്പൊ 360 ഉണ്ടായാലും തീരൂല, 450 ആക്കേണ്ടി വരും, എന്നാലും തീരൂല. ഓരോരുത്തർക്കും ഓരോ ദിവസം കൊടുത്തിട്ടുണ്ട്. വിഡ്ഢികളുടെ ദിവസം മിഞ്ഞാന്നത്തെ കഴിഞ്ഞത് വിഡ്ഢി ദിനം, ഏപ്രിൽ ഫുൾ 1 വിഡ്ഢി ദിനം. നീ ആവശ്യമില്ലേ? അപ്പോ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇത് അബൂജഹൽ പറയും, ഇന്ന് നമ്മളെ ദിവസമാണ്, ഇന്ന് നമ്മളെ ദിവസമാണ്, നമ്മളിത് ജയിക്കും. എന്നിട്ട് അബൂജഹൽ പറയാള് ഖുറൈശികളോട്, നിങ്ങൾ ഇവരെ കൊല്ലരുത്. ആരെ? ഈ മുഹമ്മദിനെയും കൂട്ടരി കൊല്ലരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്താ ചെയ്യേണ്ടറിയോ? പിടിച്ചു കെട്ടിയിട്ട് നമുക്ക് മക്കത്ത് കൊണ്ടുപോവാ. എന്നിട്ട് പിടിച്ചു കെട്ടിയിട്ട് മക്കത്ത് കൊണ്ടുപോയിട്ട് അവർ ഈ ചെയ്തതൊക്കെ തെമ്മാടിത്തരാണെന്ന് അവർക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളിങ്ങോട്ട് ആട്ടി ഓടിച്ച ടീമായി ഇവർ വലിയ ആളായിട്ട് നമ്മളെ എതിർത്തല്ലോ. ഇന്നവരെ കൊല്ലരുത്, അവരെ കൊല്ലാതെ പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുവരണം മക്കയിലേക്ക്. മക്കത്ത് കൊണ്ടുവന്നിട്ട് അവരെ നമുക്ക് അടിമകളാക്കണം. യുദ്ധത്തിൽ പിടിച്ചാൽ അടിമകളാണ്. ഈ മുഹമ്മദിനെ പോലും നമുക്ക് അടിമയാക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇവർ ചെയ്തത് തെമ്മാടിത്തരമാണ്, ഇവർ ചെയ്തത് വിഡ്ഢിത്തമാണ് എന്ന് ഇവരെ കൊണ്ട് പാഠം പഠിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ പറ്റിയ ആളൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ കെട്ടണം. ആര് പറഞ്ഞു? അബൂജഹൽ. അല്ലാതെ വർത്താനം നമുക്കിന്റെ. അങ്ങനെ മുഖാമുഖം നിൽക്കാൻ. അപ്പോഴ് ഫസ്റ്റ് തന്നെ ഒരാള് വേറെ വെള്ളേലം പോയി. ഇന്നലത്തെ മഴയോട് കൂടി വെള്ളേലെ കൂട്ടിച്ചോറെ കുടിക്കാൻ വെള്ളമൊന്നുമില്ല. ഇപ്പോ നല്ല ദാഹടിച്ചേക്ക് കുറേയാൾക്ക് ദാഹിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? വെള്ളം കിട്ടണം. അപ്പുറത്ത് നല്ല വെള്ളമുണ്ട്, അവരെടുത്ത് വെള്ളമുണ്ട്. കൂട്ടത്തിൽ ഹക്കീം ഇബ്നു നിസാം, മൂപ്പര് ബദറിൽ പങ്കെടുത്ത ഒരാളാണ്, ശത്രുക്കളുടെ കൂട്ടത്തിൽ. പിന്നീട് മൂപ്പര് മുസ്ലിമായി ജീവിച്ച ഒരാളാണ്. ഹക്കീം ഇബ്നു നിസാം വരികയാണ്. അപ്പോ കൂടെ കുറെ ആൾക്കാർ വന്നു. കൂടെ ഒരു 5-10 ആൾക്കാർ വന്നിട്ട് ഈ ഹൗദെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഏത് ഹൗദെന്ന്? റസൂലുള്ളാഹിന്റെ ഹൗദെന്ന്. ഇവരുണ്ടാക്കി വെച്ച ആ വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സഹാബത്ത് തടുക്കാൻ നോക്കി, ഏയ് വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പൊ നബി ഇങ്ങനെ നോക്കി, ഹക്കീം ഇബ്നു നിസാമാണ്. അതുപോലെ ആ കൂട്ടത്തില് അബുൽ ബഖ്തരി ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അവര് ദാഹിച്ചിട്ട് വരികയാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് പോയിക്കോട്ടെ, നിങ്ങൾ തടുക്കണ്ടാണ്. അവര് ദാഹിച്ചിട്ട് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോയിക്കോട്ടെ, അവരെ തടുക്കരുത്. കാരണം ഈ ഹക്കീം ഇബ്നു നിസാമിന് അബുൽ ബഖ്തരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? അവർ 2 പേരും മക്കത്ത് ശത്രുക്കളുടെ കൂട്ടത്തിലാണ്. എന്നാൽ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് ചില സഹായം കൊടുത്തിട്ട് ഇവരുണ്ടാവും. മലഞ്ചെരുവിൽ താമസിച്ച ഒരു കാലഘട്ടത്തിൽ ചില ഘട്ടങ്ങളിൽ ഈ ഹക്കീം നിസാർ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ബഹിഷ്കരണ കരാർ എഴുതിയിട്ട് മക്കത്ത് തൂക്കിയപ്പോ ആ ബഹിഷ്കരണ കരാർ മക്കത്ത് തൂക്കിയല്ലോ. റസൂലുള്ളാഹിക്കും വെള്ളം കൊടുക്കാൻ, ഒരു പച്ചവെള്ളം കൊടുക്കാൻ പാടില്ല, മക്കത്ത് ഒരു ഭക്ഷണ സാധനം കൊടുക്കാൻ പാടില്ല. ആർക്കെല്ലാം റസൂലുള്ളാഹിക്കും ദീന് വിശ്വസിച്ചേക്കും. ബഹിഷ്കരണ കരാർ എഴുതി, മഹല്ലെന്ന് പുറത്താക്കല്, അങ്ങനെ എഴുതി കാബത്ത് കെട്ടി തൂക്കി. ആ സമയത്ത് അബുൽ ബഖ്തരിയും ഹക്കീം ഇബ്നു നിസാമും ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹിക്ക് ഭക്ഷണ സാധനം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സ്നേഹം കൊണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഇപ്പൊ ഈ ശത്രുക്കളാണ്, യുദ്ധത്തിന് വന്നതാണ്. അപ്പോഴൊരു മാനുഷിക പരിഗണന റസൂലുള്ളാഹി കൊടുക്കാൻ. അവര് ആ അബുൽ ബഖ്തരിയും ഹക്കീം ഇബ്നു നിസാമാണല്ലേ, അവര് വെള്ളം കുടിച്ചിട്ട് പോയിക്കോട്ടെ, അവരെ നിങ്ങൾ തടുക്കരുത് എന്ന് പറഞ്ഞു. അവരെ തടുക്കരുത്. നല്ല ദാഹമുണ്ട്, ഇവർ കുടിച്ച്. പക്ഷെ രസം എന്താണെന്നറിയോ?
അന്ന് ആ വെള്ളം കുടിച്ച ഹക്കീമും നുസാമല്ലാത്ത എല്ലാവരും ബദറിൽ ചത്തുപോയി. റസൂലുള്ള വെള്ളം കൊടുത്ത് ആ വെള്ളവും കുടിച്ചിട്ട് പോയ ഹക്കീമും നുസാമല്ലാത്ത മുഴുവൻ പേരും അന്ന് ബദർ യുദ്ധത്തിൽ ചത്തിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ 70 കൊല്ലപ്പെട്ടില്ല. ഈ വെള്ളം കുടിച്ചവരെല്ലാം ചത്തിട്ടുണ്ട്. ഹക്കീമും നുസാം മരിച്ചിട്ടില്ല. കാരണം ഹക്കീമും നുസാം പിന്നീട് മുസ്ലിമായി. അതിന്റെ കാരണം കൊണ്ടാവാം ആ മനുഷ്യൻ പിന്നീട് ഹക്കീമും നുസാം റളിയല്ലാഹു അൻഹു എന്ത് പറയുമ്പോഴും പറയുന്ന ഒരു വർത്താനുണ്ട്. വല്ലാഹി എന്ന് മൂപ്പർ പറയില്ല, വല്ലാഹി എന്നതിനോട് മൂപ്പർ ചേർക്കും ബദറിൽ എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവാണ് സത്യം എന്നാ പറയാ. ഏത് സത്യയോട് മൂപ്പർ അങ്ങനെ പറയാ, ബദറിൽ എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവാണ് സത്യം. കാരണം അന്ന് അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തിയ ബാക്കി എല്ലാവരും ചത്തിന്ന ഉറപ്പ്. അപ്പോ ഇവര് വെള്ളം കുടിച്ച് പോയിക്കോട്ടെ. അവര് വെള്ളം അപ്പൊ ഹക്കീം നുസാം പറഞ്ഞു കുറെ വെള്ളം കുടിച്ച് ഹക്കീം നുസാമിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. മൂപ്പര് വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കോരിങ്ങൾ കുടിക്കുമ്പോഴാണ് റസൂലുള്ള പറഞ്ഞത് അവരൊക്കെ വെള്ളം കുടിച്ച് പോയിക്കോട്ടെ, തടുക്കാൻ പാടില്ല. അപ്പൊ വെള്ളം അവിടെ തന്നെ ഇട്ടു ഹക്കീം. എന്നിട്ട് ഹക്കീം പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പോകാണെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോയപ്പോ അബൂജാഹില് ചാടി പറഞ്ഞു, ബേഷ്. ഹക്കീമുൻ നുസാമ് വെള്ളം കുടിക്കാൻ പോയപ്പോ മുഹമ്മദ് വെള്ളം കുടിച്ചോട്ടെ എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൊണ്ടല്ല, പേടിച്ചിട്ട് പറഞ്ഞതാണ്. വെള്ളം തരാണ്ടിരുന്ന നമ്മൾ അടിച്ച് തൂഫാനാക്കി കളഞ്ഞ് പേടിച്ചിട്ട് മുഹമ്മദ് ഒരു തട്ടിപ്പ് നടത്തിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ വലിയ കാര്യം നോക്കണ്ട. യുദ്ധക്കളത്തിൽ അങ്ങനത്തെ പഴയ സ്നേഹവും ബന്ധമൊന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് വരത്തന്നെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുതിരപ്പുറത്ത് അസ്വദ് ബിൻ ഉസ്സ ചാടിക്കയറുന്നത്. ഒരു പിരാന്തനാണ് അസ്വദ്, ഭയങ്കര പിരാന്തനാണ്. അസ്വദ് ചാടിക്കയറിയിട്ട് അബൂജഹലിനോട് പറഞ്ഞു, അബുൽ ഹകം. എന്നാൽ മുഹമ്മദിന് എന്ത് പറഞ്ഞാലും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം ടാങ്ക് ഞാൻ ചവിട്ടി പൊളിക്കും, കുടിക്കും. അതിനകത്ത് കുടിക്കുകയും ചെയ്യും, പൊളിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാൻ വരുന്നു. ഇവൻ അങ്ങോട്ട് ചാടി വരികയാണ്. അപ്പൊ ഹക്കീമുൻ നുസാമ വന്നപ്പോ കുടിച്ചോട്ടെ പോയിക്കോട്ടെ എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി ഇവനിങ്ങനെ വരികയാണ് അതിവേഗം ഹൗദിന്റെ അടുക്കലേക്ക്. റസൂലുള്ളാഹിന്റെ ഹൗദിന്റെ അടുക്കൽ വരികയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ സഹാബത്ത് നോക്കി. അപ്പ നബി പറഞ്ഞു, അസ്വദ് ബിൻ ഉസ്സ കുടിക്കാൻ വന്നാല് അവൻ കുടിക്കാനല്ല വരുന്നത്, പൊളിക്കാനാണ്. അവനെ ആ ഹൗദിന്റെ 4 അയലത്തെത്താൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞില്ല, ഒരു കുതിര ഒരു ചാട്ടോ. വെള്ളം കുടിക്കുന്നു കാവൽ വെച്ചുള്ള സംഭരമിൽ ചെന്നു ചേരടാ. ഖൈറുൽ വറ നബിയാർ കുളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ. കുംഭിക്ക് മാവാദം പൊട്ടിയുള്ള മട്ട് കൂറിയ വാക്കീനെ കേട്ട് വേളിപ്പെട്ട് സംസാരിക സരിക പമകരി രിംഗരി മകരിക തകും തക ദിൻ 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 ദിങ്കിങ്കണ ചൊങ്കങ്ങളാംഗങ്ങളും താളം പരീട ചെടുതത്ത ദിവികളി കൊണ്ടാരേ. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയസ്വദിൽ മാറടാ. വള്ളൽ നബി മഹമൂദർ ഹൗലിന് വെള്ളം കുടിക്കുന്നു നാരടാ. വെളിയിൽ അസുവതും മുളിന്തിട്ട് ഞാനുണ്ടിത മാറുന്നേ. പേശി ശുചാഴത്തുള്ളൂ എനിക്കുള്ളിൽ വാശി മുടക്കുന്നു നാരിന്നേ. കട്ടിയുള്ളിൽ പല വാക്കുകൾ പറഞ്ഞിട്ടധികം പേടിയാക്കുന്നേ. കണ്ടോ മഹാബലത കുടിക്കും ഞാൻ വിണ്ട് കുളത്തോടടുത്തന്നേ. അസ്വദ് ഒരു മല്ലനാ. അസ്വദ് ഭയങ്കര സാധനമാണ്. അസ്വദ് എന്ന് പറഞ്ഞാൽ തന്നെ കറുത്ത സാധനം അർത്ഥം, കരിമ്പനാണ് അർത്ഥം. അസ്വദേ ഒരു വരവ് വന്നിന്. അത് പൊളിക്കും, ചാപിട്ടും അലാക്കാക്കും, വെള്ളം ഞാൻ കുടിക്കും, എന്നിട്ട് പൊളിച്ചിട്ട് വരുന്നുണ്ട്. അസ്വദ് ഏകദേശം
3 മീറ്ററോട് ഞാൻ ഒരു ചാട്ടം ചാടിയാൽ അസുഖം ഉണ്ടാവും. അസുഖം ആ വെള്ളം കെട്ടിയ ടാങ്കിലെടുത്തു. അപ്പോഴാണ് നബി പറഞ്ഞത് അസുഖത്ത് കുടിക്കാൻ വരുന്നതല്ല, പൊളിക്കാനാണ്, അവനെ വിടരുതെന്ന്. ഒരു ചാട്ടം കണ്ട് ചാടിന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഹൗദിന്റെ ഹൗദ് ഇപ്പുറത്ത്, ഹംസർദാൻ ഇപ്പുറത്ത്, അസ്വദ് ഇപ്പുറത്ത്. എന്നിട്ട് മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, അസ്വദേ, ഞാനവിടെ ഉള്ളപ്പോ നീ ഹൗദിന്ന് വെള്ളം കുടിക്കാനടാ. ആനെ പോദസദുല്ലില അരി ഹംസ ചാടിയെടുത്തുടൻ ആരെടാ ശുജഅത്തുരത്തെ ഹൗദിൽ നിന്ന് കുടിപ്പവൻ. ആന പോലെ സദുല്ലില അരി ഹംസ ചാടിയെടുത്തുടൻ ആരെടാ ശുജഅത്തുരത്തെ ഹൗദിൽ നിന്ന് കുടിപ്പവൻ. ഞാൻ മുത്തി നബിയുന അമറിയന്റെ ഹൗദോടടുപ്പതാ. ഞാനിരിക്കവെ ജിന്നും ഇൻസിലും നാങ്കും ദിക്കിലുമില്ല പേ. ആന പോത്ത സദുല്ലില അരി ഹംസ ചാടിയടുത്തുടൻ ആരെടാ ശുജഅത്തുരത്തെ ഹൗദിൽ നിണ്ട് കുടിപ്പവൻ. ഹംസർദാൻ ചാടി വീണിട്ട് പറഞ്ഞു, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഈ ഹൗദിന്ന് വെള്ളം കുടിക്കാൻ മനുഷ്യനല്ലടാ, ജിന്ന് പോലും പറഞ്ഞിട്ടാണ്. മനുഷ്യൻ പോട്ടടാ, ജിന്ന് പോലും പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ. ജിന്ന് അപാര കഴിവുള്ള സാധനമാണ്. പക്ഷെ ജിന്നിനേക്കാൾ കഴിവുള്ള സാധനമാണ് ആര്? മനുഷ്യന്മാര്. അള്ളാഹ് ഉയർത്തിയാൽ ജിന്നിനേക്കാൾ കഴിവുള്ള സാധനമാണ് മനുഷ്യന്മാര്. അതുകൊണ്ടാണ് ഇഫ്രീത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കണ്ണ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുതരാന്ന് പറഞ്ഞു. അപ്പോഴാണ് ആസിഫിൻ ബർസഖി എന്ന മനുഷ്യൻ പറഞ്ഞത്, അള്ളാഹിന്റെ വലിയ പറഞ്ഞത്, കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊടുത്തരാം. അപ്പൊ ജിന്നിനേക്കാൾ കഴിവ് മനുഷ്യന്മാർക്കുണ്ട്. കാരണം ജിന്നിനേക്കാൾ കഴിവ് മനുഷ്യൻ തന്നെയാണ്. ജിന്നിനേക്കാൾ കഴിവ് മനുഷ്യനാണ്. മനുഷ്യനാണല്ലോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ജീവിച്ചിരിക്കെ മനുഷ്യവർഗത്തിലും ഭൂതവർഗത്തിലും ഒരാളില്ല മോനെ ഹൗദ് കുളിക്കാന്നാണ്. അപ്പൊ അസ്വദ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഹംസേ, നിന്നെ മുന്നിൽ കണ്ടിട്ട് തന്നെയാ ഞാൻ വന്നേ. നിന്നെ ഇവിടെ കണ്ടിട്ട് തന്നെയാണ് ഹംസേ ഞാൻ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം വരുന്ന ആളെ, കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്ന ആളാണ്. പക്ഷേ നിന്നെ കണ്ടിട്ട് വന്നതാ, നിന്നെ എനിക്ക് വേണം. പഴയ ഒരു കണക്ക് ബാക്കിയുണ്ട് നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞു. പഴയ ഒരു കണക്ക് നമ്മൾ തമ്മിൽ ബാക്കിയുണ്ട്. എന്താ കണക്ക് എന്നറിയോ? ഈ ഹംസ റളിയല്ലാഹുവിനും അസ്വദും ഭയങ്കര ദോസ്തുകളാണ്, ചങ്ങാതിമാരാണ്, ഭയങ്കര ചങ്ങാതിമാരാണ്. ജാഹിലിയ കാലത്ത് ഹംസർദാൻ മുസ്ലിമാനത്തിന് മുമ്പ്. അപ്പൊ ഇവര് മക്കയിലൊരു മലയുടെ മേലൊരു കാട്ടില് ഒരു പാറന്റെ ഗുഹയിൽ ഇവർ താമസിക്കാറുണ്ട്. ഹംസ റളിയല്ലാഹുവിനും ഈ ചങ്ങായി. പക്ഷെ അവിടെ നിന്ന് ഇവർ കള്ളലം കുടിക്കും. എപ്പോ? മുസ്ലിമാനത്തിന് മുമ്പ്. അപ്പൊ അങ്ങനെ എല്ലാ ഇങ്ങനെ ആരെല്ലാ തോന്നിയ സ്ഥലം കളിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ പാറിന്റെ മേലിൽ. അസ്വദാൻ മെയിൻ അതിന്റെ ആള്. പക്ഷെ ഒരിക്കല് ഹംസ റളിയല്ലാഹു കുന്ന് കയറി വരുമ്പോ അസ്വദ് വിളിച്ചു, യാ ഹംസ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. എന്താന്ന് വെച്ചു, ഒരടിപൊളി പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണിനെയോ? എന്ത് തോന്നിയ സാധനം ചെയ്താണ്? ഞാൻ നടക്കല, നീ വാ പറഞ്ഞു. ഏത് പെണ്ണാന്ന് നോക്കാൻ വേണ്ടി ഹംസ റളിയല്ലാഹു ഓടി കുന്നേറി നോക്കുമ്പോ ഹംസ റളിയല്ലാഹുവിന്റെ പിന്നെ തൊട്ട അയൽപക്കത്തുള്ള ഒരു പെണ്ണ്, അയൽവാസിയായ ഒരു പെണ്ണ്. ഹംസ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പെങ്ങളെ പോലെ നോക്കുന്ന പെണ്ണത്. അസ്വദോട് പറഞ്ഞു, നീ ഈ പെൺകുട്ടിയുടെ തട്ടിക്കൊണ്ടെന്ന് വെച്ചു, എനിക്ക് വേറെ അരി കിട്ടിയിട്ടുണ്ട് വെച്ചു. അപ്പൊ പറഞ്ഞു, ഇവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുവന്നു. അസ്വദ് നടക്കൂല, ആ പണിക്ക് നിൽക്കണ്ട, നീ അവളെ പറഞ്ഞുവിട്, ആ കുട്ടിയെ പോയിക്കോട്ടെ, എന്റെ പെങ്ങളെ പോലെ ഞാൻ നോക്കുന്ന പെണ്ണാന്നോ. അപ്പൊ അസ്വദ് പറഞ്ഞു, ഹംസയല്ല ആര് വന്ന് പറഞ്ഞാലും ഞാൻ ഈ പെണ്ണെ പെടൂലാറ്. ആ പെണ്ണാങ്ങ് പേടിച്ചിങ്ങനെ കാര്യം. ഹംസ റളിയല്ലാഹു കുറച്ച് ആശ്വാസിച്ചിട്ടുള്ള പെണ്ണിന്. പക്ഷെ ഇപ്പം പറയും വിടൂലാന്ന്. ഹംസ റളിയല്ലാഹു ഇവനെ മെയിനാക്കാണ്ട് പെണ്ണിനെ പിടിച്ചു. മോളിങ് പോവാന്നിട്ട് പിടിച്ചപ്പോ ഇവൻ ഓടി വന്ന് ഹംസ റളിയല്ലാഹു പിന്നെ നടുവിൽ കയറി നിന്നിട്ട് ഹംസ റളിയല്ലാഹു പിന്നെ വിലങ്ങ് തടിയായി നിന്നപ്പോ ഹംസ റളിയല്ലാഹു മാറടാറ്, നീ മാറടാറ്. ഞാൻ മാറില്ല ഹംസേ, ഈ പെണ്ണെ കൊണ്ടുപോകാൻ ഞാൻ വിടൂല എന്നാ കൊണ്ടുപോകട ഹംസ എന്ന് പറഞ്ഞു. റാറ്റ ഒരു കുത്താണ്ട് പുറത്തും കൊടുത്തിട്ട് കഴുത്തിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുമല്ലാം അങ്ങോട്ട് ഇറുക്കി വെച്ച് ഇങ്ങനെ ഒസാമാര് വേഗം പിടിക്കുന്ന പോലെ എന്നിട്ട് ഒരു അമർത്തി വിട്ടു ഇങ്ങനെ. അപ്പൊ അസ്വദ് പറഞ്ഞിട്ടുണ്ട്, ഹംസ വിട്, ഹംസ വിട്, ശ്വാസം മുട്ടുന്നു. പിടിച്ച അമർത്തിയിട്ട് ഇവനെ നിലത്തിട്ട് ഇവന്റെ നരമ്പ് ഉളുക്കിയിട്ട് ഇവൻ ഇങ്ങനെ കടന്നു പെണ്ണിനെ കൂട്ടി പോരെ കൊണ്ട്. അന്ന് തെറ്റി രണ്ടാണ്.
അന്ന് തെറ്റി രണ്ടാളും. ആ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്തറിയോ? വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ആയുധ അഭ്യാസങ്ങൾ പഠിച്ചു. ആര്? അസ്വദ് ബിൻ ഉസ്സ. എന്നിട്ട് ഇവൻ പറയാണ്, നിന്നെ മുന്നിൽ കണ്ടിട്ട് തന്നെടാ ഞാൻ വന്നത്. അസ്വദിന് മറ്റൊരു പേരുണ്ട്, ജിനൻ എന്ന്. ജിനൻ വല്ലാത്ത സാധനമാണ്. കെട്ടിടത്തിന്റെ മേലെ താഴേക്കെല്ലാം ചാടിയിട്ട് ഓടിക്കളി. അത്ര കഴിവുള്ള സാധനമാണ് ഇവൻ അസ്വദ്. അസ്വദ് പറയണം, ഹംസയെ നിന്നെ മുന്നിൽ കണ്ടിട്ട് തന്നെയാ ഞാൻ വന്നത്. പഴയ ഒരു കണക്ക് തീർക്കാൻ. അന്തർദാനോ നീ മറന്നിട്ടില്ലല്ലേ? ഇല്ല. അന്ന് നീ ഇങ്ങനെ എന്നെ ചുരുട്ടി പിടിച്ചപ്പോ ഞാൻ ചെറുപ്പത്തിൽ കുടിച്ച ഉമ്മാന്റെ മുലപ്പാല് ഛർദിച്ചു കുറച്ച്. അപ്പൊ അംസറുള്ള ബാക്കി പാടുണ്ട്, അല്ലാതെ ഇത് ഛർദിക്കൂ, ബാക്കിയുള്ളത് കൂടി ഇന്ന് ഛർദിക്കോടാ മോനെ, ഞാൻ വന്നു. അസ്വദ് പറഞ്ഞു, ഇല്ലംസേ, നിന്നോട് പ്രതികാരം ചെയ്യാൻ 18ഓളം വരുന്ന ആയുധ അഭ്യാസങ്ങൾ പഠിച്ചിട്ടാ ഞാൻ വന്നത്. അംസറുള്ളാഹുവിന് പറഞ്ഞു, നീ 18 പഠിച്ചിട്ടില്ലേ? എന്റെ അടുത്ത് 19ാമത്തെ സാധനം ഉണ്ട്. 18 ഞാൻ പഠിച്ചിട്ടില്ല, 19ാമത്തെ ഒന്നുണ്ട്, അത് നമുക്ക് നോക്കാറുണ്ട്. അസ്വദ് ഒറ്റ വെട്ട് അംസറുള്ളാഹിന്റെ. അംസറുള്ളാഹ് തടുത്തിട്ട് പറഞ്ഞു, ഈ 18 അടവ് പഠിച്ച അസ്വദിന്റെ വെട്ട് ശരിയല്ലല്ലോ അസ്വദേ. അപ്പൊ അസ്വദ് പറഞ്ഞു, ഇത് സാമ്പിൾ പഠിക്കട്ടല്ലേ ഹംസേ, ഒറിജിനൽ വരാൻ പോണ്ടോ, കൊടുത്ത് പിന്നീട് വെട്ട്. അതും തടുത്ത്. എന്നിട്ട് അംസറുള്ളാഹ് പറഞ്ഞു, ഇന്റെ 18 അല്ലേ, 19 കുടിച്ചോളൂ, കൊടുത്ത് അങ്ങോട്ടൊരു വെട്ട്. അസ്വദ് തടുത്തിട്ട് പറഞ്ഞു, നടക്കൂല ഹംസേ, അടക്കൂല. നിന്റെ മുഹമ്മദിന്റെ ഹബദ് പൊളിക്കാതെ അസ്വദ് ബിൻ ഉസ്സ തിരിച്ചു പോകൂല, ഉറപ്പ്. അപ്പൊ പറഞ്ഞു, ഇല്ല അസ്വദേ, നിന്നെ 2 കഷ്ണമാക്കാതെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തിരിച്ചു പോകൂല. അനാ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. സുവർഗത്തിൽ സന്തോഷം കൊള്ളുന്നു എങ്കിൽ അസദുല്ലാഹ് വാരിട്ട് നട്ടുന്നു, മട്ടം പല പല വിദ്യകൾ കാട്ടുന്നു, മാനിതരും മുത്തവാളാലെ വിട്ടുന്നു, സംസാരിക സരിക പാമകരി രിംഗരി മകരിക തകും തക ധിം 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 കിങ്കണ ചുങ്കങ്ങളംഗങ്ങളും താളം തരികീട ചെടുതത്ത ദിവികളിൽ കൊണ്ടാനേ. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി നബി അസ്വദിൽ മാറടാ, വല്ലൽ നബി മഹമൂദർ ഹൗദിന് വെള്ളം കുടിക്കുന്നു നാരടാ. ഉലരി ഹംസ വലിയുള്ള പടനിട്ട് പോരുതലും ഏറിയേ, പൊട്ടൻ അസവരി വമ്പുള്ളി 18 ആയുധം മുറിവാക്കിയേ. ഹംസ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്തുണ്ട്, അസ്വദ് കുതിരപ്പുറത്താണ്. പറഞ്ഞ അസ്വദ് വെട്ടി ഹംസ എടുത്തു, ഹംസ റളിയല്ലാഹു വെട്ടി അസ്വദ് എടുത്തു. രണ്ടാളും വെട്ടും തടുക്കുക. ആ സമയത്ത് കൊടുമ്പിരി കൊണ്ട യുദ്ധം ഇവർ രണ്ടാൾ നടത്തുമ്പോഴാണ് ഒരു ചുവന്ന തലീക്കെട്ടും കെട്ടിയിട്ട് ഒരാളിങ്ങനെ ശത്രുവിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അയാൾ എന്തോ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ഇബ്നു ഖത്താബ്, അതാരാണ് എന്തോ വിളിച്ചിട്ട് ഇങ്ങനെ അവരുടെ ഇടയിൽ പറഞ്ഞു നടക്കണമെന്ന് വെച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഉത്ബത്ത് ബിൻ റബീഅയാണ്. ഉത്ബത്ത് ബിൻ റബീഅയാണ്, റബീഅയുടെ മകനായ ഉത്ബയാണ്. റബീഅയുടെ മകനായ ഉത്ബയാണ് ഉത്ബത്ത് ബിൻ റബീഅ. അപ്പൊ ചോദിച്ചു, അയാൾ എന്തായി വിളിച്ച് പറയണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഉത്ബത്ത് യുദ്ധം വേണ്ടെന്നാണ് അനുയായികളോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? യുദ്ധം ഒന്നും വേണ്ടോ, ഇതൊക്കെ നമ്മൾ പരസ്പര കുടുംബക്കാർ തമ്മിൽ വെട്ടിമരിക്കുന്നതിനേക്കാൾ നല്ലത് യുദ്ധം നിർത്തലാൻ നല്ലത് എന്ന്, യുദ്ധം വേണ്ട എന്നാണ് ഉത്ബത്ത് ബിൻ റബീഅ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നബി പറഞ്ഞു, ഇപ്പോൾ ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും മനസ്സിൽ ഒരു നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് ഉത്ബത്ത് ബിൻ റബീഅയുടെ കൽപ്പിലാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. കാരണം യുദ്ധം നടക്കുമ്പോൾ അയാൾ പറഞ്ഞ യുദ്ധം വേണ്ടെന്നാ. ആര്? ഉത്ബത്ത് പറയാണ് എല്ലാവരോടും. പക്ഷെ ഈ അബൂജഹൽ എന്ന മരണപ്പിരാന്തന്റെ അടുത്ത് ഒന്നും നടക്കൂല. ഓ ലോകത്തെമ്മാടിന്ന് മാത്രമല്ല അഹങ്കാരിയുണ്ടോ. അപ്പൊ ഓന്റെ അടുത്ത് ഇതല്ലേ പൊട്ടുന്നത്. ഉത്ബത്ത് പറയുന്നുണ്ട് യുദ്ധം വേണ്ട. അവസാനം അബൂജഹലിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അബുൽ ഹക്കമേ, നമ്മളിപ്പം നോക്ക്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതിങ്ങനെ നമ്മൾ തമ്മിലല്ലേ, നമ്മൾ അപ്പുറം വെട്ടി മരിക്കേണ്ടത്. അപ്പോ ഈ അബൂജഹൽ ചിരിച്ചിട്ട് പറഞ്ഞു, ഉത്തമേ, നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് എനിക്കറിയാം. അപ്പുറത്ത് നോക്കിയട്ടെ അപ്പുറത്താരുള്ളതറിയോ? അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു അപ്പുറത്തുണ്ട്. അപ്പൊ പറഞ്ഞു, അബൂ ഹുദൈഫ നിന്റെ മോനല്ലേ? ഉത്ബത്തിനോട് പറയാണ്. അബൂ ഹുദൈഫയുടെ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ, അബൂ ഹുദൈഫ നിന്റെ കുട്ടിയല്ലേ?
ആ അബൂ ഹുദൈഫയെ കണ്ടിട്ട് ബേജാറായിട്ടല്ലേ നീ പറയണ യുദ്ധം വേണ്ട, നിന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് കണക്ക് കൂട്ടിയിട്ടല്ലേ നീ യുദ്ധം വേണ്ട എന്ന് പറയണത്? അങ്ങനല്ല ഉത്തുബേ. ഉത്തു പറഞ്ഞു, എന്താ നിനക്ക് ഞാൻ ആരാണെന്ന് വെച്ചുതരാം, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഉത്തുബത്ത് പറയാ, അതുവരെ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു ഉത്തുബത്ത് അബൂജഹലിനോട് പറഞ്ഞു, എന്നാൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ലോ ഞാൻ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞത്, പേടിച്ചിട്ടല്ലോ ഞാൻ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞത്. ഒരു കുടുംബം പരസ്പരം തമ്മിൽ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ബന്ധുക്കളെ അവരെ ബന്ധുക്കളെ നമ്മള് വെറുതെ നമ്മൾ പോരടിച്ചിട്ട് എന്തിനാ മനുഷ്യന്മാരുടെ കബന്ധങ്ങൾ മുറിച്ചത് എന്ന് കണക്കൂടി മാത്രമേ ഞാൻ പറഞ്ഞത്. പക്ഷെ നിന്നെ പോലെ യുദ്ധം പേടിച്ചിട്ട് നീ പറയുന്ന പോലെ ഒന്നല്ല. എങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം. യുദ്ധം ചെയ്യാൻ ഒരു പേടിത്തൊണ്ടനല്ല ഉത്തുബത്ത് എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോഴാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. ആര്? അസ്വദും ഹംസറും തമ്മിൽ യുദ്ധം കൂടെ കൂട്ടുമ്പരി കൊണ്ടപ്പോ അസ്വദ് എന്ത് ചെയ്തു എന്നറിയോ? ഈ ഹൗദ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഈ കുതിരപ്പുറത്തുനിന്ന് ചാടി ഒരു ഇറക്കുണ്ടല്ലോ, ഇങ്ങനെ കാൽ വെച്ചിട്ടുള്ള ഇറക്കോ ഹൗദിന്റെ അടുത്തേക്ക് ചവിട്ടി പൊളിക്കാനാണ്. ഈ കുതിരപ്പുറത്തുനിന്ന് വലത്തെ കാലിങ്ങനെ പൊക്കിയിട്ട് മറുഭാഗത്തേക്ക് ചാടുകയാണ്. ആ ചാടുന്ന ചാട്ടത്തിൽ ഹംസർ ഒറ്റപ്പെട്ട അവന്റെ കാല്, ആ കാലിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ട് ഇവന്റെ പെരടിയിൽ വന്നു വീണു. ഇങ്ങനെ അസ്വദ് ഇബ്നു ഹുസൈന്റെ പെരടിയിൽ ഓന്റെ കാല് ഈ കുതിരപ്പുറത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് വെക്കുന്ന കാല് ഒരൊറ്റ വെട്ടുപെട്ടിയതാ. അത് പെരടിയിൽ വന്ന് വീണു. ചാടിയടുത്തുടൻ ആരട ശുചത്തുരത്തെ ഹൗദിൽ നിന്ന് കുടിപ്പവൻ 18 വേലുകൾ ദുഷ്ടനെ കണവുണ്ട് കേ തുഞ്ചി മുഞ്ചിരിൽ വെട്ട് കുത്തോട് ചോട്ട് നീട്ടവൻ ചെയ്യും കോൺ ആനെ പോദസദുല്ലില ഹരി ഹംസ ചാടി അടുത്തുടൻ ആരട ശുചത്തുരത്തെ ഹൗദിൽ നിന്ന് കുടിപ്പവൻ ഒറ്റ ബാളത് കൊണ്ട് ശിങ്കരുമൊക്കെ ആശു തടുപ്പതും ഒട്ടും വിട്ടിട വെട്ടലും ഉയർവുണ്ട് പോലെ എതിർപ്പതാ ഹരിഹംസ ചാടിയടുത്തുടൻ ആരട ശുചത്തെ നിന്ന് കുടിപ്പവൻ. കുതിരപ്പുറത്തുനിന്ന് ഒരു കാല് പൊക്കിയിട്ട് താഴേക്ക് ചാടാൻ ഈ കാലിങ്ങനെ പൊങ്ങി വരുന്ന കണ്ട ഒരൊറ്റ പൊട്ടുകൊടുത്ത ഈ കാല് മുട്ടിന്റെ മേലെ നിന്ന് മുറിഞ്ഞിട്ട് ഈ കാല് മടങ്ങിയിട്ട് ഇവന്റെ പെരടിയിൽ തന്നെ വീണു. ആരെ? അസ്വദ് ഹുസൈൻ. ഒരു കാല് ഇവന്റെ പെരടിയിൽ ഇങ്ങനെ വീണ്, മുറിഞ്ഞ കാല്. അപ്പൊ അസ്വദ് എന്താ ചെയ്തറിയോ? ഈ കാല് മുറിഞ്ഞ നമ്മളെ വിരല് മുറിഞ്ഞാത്തന്നെ എന്താ കഥ? നമ്മളെ കഥകൾ ചിന്തിച്ചു നോക്കിയട്ടെ. ഒരുത്തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു തൊടുന്നിടത്തെല്ലാം വേദന, എവിടെ തൊട്ടാലും വേദന. ഡോക്ടർ തൊട്ട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഓൻ തൊടുമ്പോ വേദന. ഓന്റെ കൈ പിടിച്ച് നോക്കുമ്പോൾ മുറിഞ്ഞിട്ട് പഴുത്തിരി. ഈ കൈ കൊണ്ട് ഓൻ ഇങ്ങനെ തൊട്ട് നോക്കും, എനിക്ക് വേദന എടുക്കും. വലത്തെക്കാലം മുറിഞ്ഞിട്ട് പെരടിയിൽ വന്ന് വീണിട്ട് അസ്വദ് ഇബ്നു ഹുസൈൻ വീണത് എവിടെയാ അറിയോ? ഹൗദിന്റെ അടുത്ത്. കുതിരത്തൊയ്ക്കോ ഹൗദിന്റെ അടുത്ത് തന്നെ ഇപ്പം വീണത്. സിറത്തുൽ അലവിയ പറയാണ്, സിറത്തുൽ അലവിയ പറയുന്നുണ്ട്, ഇവൻ അങ്ങനെ തന്നെ താഴേക്ക് വീണിട്ട് ഇവന്റെ ഇടത്തെക്കാലുണ്ട് ഒരു ചവിട്ടാട്ട് കൊടുത്ത് ഹൗദിന് ചവിട്ടി. പുണ്യ നബിയുടെ സഹാബത്ത് കെട്ടിയുണ്ടാക്കിയ ഹൗദിന്റെ ഒരു ഭാഗത്തിന് ചവിട്ടിക്കളഞ്ഞു. ചവിട്ടലോടുകൂടി നമ്മളെ പോലെ സിമെന്റ് ഇട്ട് നല്ല കോൺക്രീറ്റ് ചെയ്ത് കെട്ടിയൊന്നുമില്ലല്ലോ, ഒരു ഭാഗം പൊളിഞ്ഞു പോയി. ഹൗദിന്റെ ഒരു ഭാഗം അങ്ങോട്ട് പൊളിഞ്ഞു പോയി. അപ്പൊ അംസറദാൻ കുതിരപ്പുറത്തുനിന്ന് ഒരു വെട്ടിയിട്ട് ഇവന്റെ കാല് പെരടി തൂങ്ങിയിട്ട് ഇവൻ താഴേക്ക് വീണിട്ട് ഈ കാല് ഇവിടെ പെരടിയിലുണ്ട്, മറ്റേ കാലോട് ചവിട്ടി കളഞ്ഞു വീണെടുത്തുന്നു. ആ ചവിട്ടി ഹൗദിന്റെ ഒരു മൂല അങ്ങോട്ട് പൊളിച്ചു. എന്നിട്ട് ഇവൻ നിരങ്ങിയിട്ട് പോവാണ് ഹൗദിലേക്ക്. എന്തിന്? മൊത്താണ്ട് തകർക്കാൻ. ഈ ഒരു കാലം മുറിഞ്ഞ ഹംക്കാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ചോ, കൊല്ലം ധൈര്യം എന്താ? സുന്നത്തേക്കാൻ പിടിച്ചാൽ മാറ്റമൊക്കെ നമ്മളെ കൂട്ടത്തില് ഒരു കാല് പെരടിയിൽ ഇങ്ങനെ തോലടക്കം തൂങ്ങിക്കിടക്കുന്നത്. എന്നിട്ട് ഇപ്പൊ മറ്റേ കാലുണ്ട് നിരങ്ങി പോകാണ് എവിടേക്ക്? ഹൗദിലേക്ക്. എന്തിന്? മരിക്കുന്നതിനും ഇത് തകർത്ത തരിപ്പണ കൊണ്ട പ്രതിജ്ഞ എന്നത്. ഹംസ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കാണുന്നു, ഒരു വെട്ടിട്ട് ഇപ്പൊ താഴെ വീണിട്ട് ഇപ്പൊ നിരങ്ങി ഒരു പൂക്ക് പോയിട്ട് ഒരു കാലുണ്ട്, ആ ഇടത്തെ കാലുണ്ട്, ഒരു മൂലക്കാട്ടി മൂലക്ക് ചവിട്ടിട്ട് ഇപ്പൊ നിരങ്ങി പോവാണ് ഹൗദിലേക്ക്. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു ഒരു ചാട്ടം കണ്ട് ചാടിട്ട് ബിസ്മില്ലാഹ് ഹൗദിന്റെ കരയിൽ ഒരൊറ്റ വെട്ട് തലന്റെ ഇരുട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് ഇവനെ കൊണ്ടോട്ടി വരെ ആയിപ്പോയി, മുറിച്ചാട്ട് കിടത്തി. അൽഹംദുലില്ലാഹ് തക്ബീർ അടിച്ചു. ഹൗദിന്റെ ഒരു മൂലവും പൊടിച്ചിട്ടുണ്ട്.
ബാക്കി പൊളിക്കാൻ നിരങ്ങി പോന്ന ആ ശൈത്താന്റെ തല അങ്ങോട്ട് വെട്ടിയിട്ട് പിളർത്തിയിട്ട് അടക്കടത്തി. അസ്വദ് ചത്തുന്ന് കണ്ടപ്പോ അബൂജഹൽ ഞെട്ടി. 18 അടവും പഠിച്ചാൽ പോയി തീർന്നു. 18 പോയിട്ട് 1.5 തന്നെ ആയിട്ടില്ല, അതിലടക്കന്നെ കഴിഞ്ഞു. അപ്പോഴാണ് നേരത്തെ ഒരു ഭാഷയുണ്ടല്ലോ അബൂജഹലിനോട്, എന്റെ മോനപ്പുറത്തുണ്ടായിട്ട് ആ യുദ്ധം ചെയ്യാൻ ഞാൻ വരാത്തത് അല്ലെ വേണ്ടാന്ന് നീ പറയുന്നിട്ട് കളിയാക്കിയല്ലോ ഉത്തുബത്തിന. അപ്പൊ അസബദിന് ദിവസം വീണ ഉടനെ ഉത്തുബത്ത് ചാടി തന്റെ കുതിരപ്പുറത്ത് കയറി. ഉത്തുബത്ത് കയറിയിട്ട് പറഞ്ഞു, അടുത്ത് ഞാൻ പോണു, ഞാനാ പോണത്. ആരാ എന്റെ കൂടെ വരുന്നത്? അപ്പൊ അനുജൻ പറഞ്ഞു, ഷൈബത്ത് പറഞ്ഞു, ഞാൻ വരാറ്. ഇച്ച ഞാൻ വരാം. ഉത്തുബത്തിന്റെ സഹോദരൻ ഷൈബത്ത് രണ്ടാളും അപ്പോൾ മൂലക്കുന്ന് എളാപ്പാ ഞാനുണ്ട്. ഉത്തുബത്തിന്റെ മോൻ ഷൈബത്തിനോട്, എളേപ്പോ ഞാനുണ്ട്. വലീദ് കുടുംബസമേതം ഇറങ്ങി. ഉത്തുബത്തും ഷൈബത്തും വലീദും മൂന്നാളും അതവിടെ നിന്നിട്ട് ഉത്തുബത്ത് വെല്ലുവിളിച്ചു. ഉത്തുബത്തിന് ഈ ഹെൽമെറ്റ് ധരിക്കാൻ കഴിയില്ല, ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല, കാരണം വലിയ തലയൻ. ഉത്തുബത്തിന്റെ വലിയ തലയാണ്. ചരിത്രം പറഞ്ഞിട്ട് ഓന് പുതപ്പ് തലി കെട്ടിയതാ, വലിയ പുതപ്പ് ഇങ്ങനെ തലി കെട്ടിയത്. ഹെൽമെറ്റ് ഇടാൻ കഴിയൂലോ എനിക്ക്. തല ആ തലയും എടുത്ത് നടക്കണം. ഓനക്ക് എത്ര ഉസാറ് വേണം? ഒരു ഹെൽമെറ്റ് ഇടാൻ കഴിയാത്ത തല എന്തിച്ചു നോക്കിയട്ടെ. ഹെൽമെറ്റ് ഇടാൻ കഴിയാത്ത തല ഓനായിട്ട് പ്രത്യേക ഹെൽമെറ്റ് കമ്പനി ആക്കേണ്ടി വരും, ഓന്റെ തലക്കിടാൻ കണക്കായിട്ട്. അതുകൊണ്ട് ഹെൽമെറ്റ് പടയെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ടാവുമല്ലോ, ഉണ്ടാക്കുന്നതിനൊരു കണക്കില്ലേ, ഒരു സൈസെല്ലാം ഉണ്ടാവില്ലേ? ആ സൈസിന്റെ അപ്പുറത്തുണ്ടായ പിന്നെ ഉണ്ടാക്കാൻ കഴിയും. ചെരുപ്പല് ഇപ്പൊ എത്രയായാലും നമ്മൾ കാലിന് അളവുണ്ടല്ലോ, ഒരു അളവുണ്ടല്ലേ. ഇവര് മരത്താൽ പത്തിന്റെ കാലിന്. ഉത്തുബത്തും ഷൈബത്തും വലീദും മൂന്നും കുടുംബക്കാരാണ്. വലീദിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഉപ്പയാണ്, ഒന്ന് എളാപ്പയാണ്. റബിയയുടെ മക്കളായ ഉത്തുബത്തും ഷൈബത്തും ഉത്തുബയുടെ മകനായ വലീദും നേരെ വന്നു നിന്നു. എന്നിട്ട് അവർ വെല്ലുവിളിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളോട് പടപൊരുതാൻ ധൈര്യമുള്ളവർ ആരാണെങ്കിലും ഒന്ന് ഇറങ്ങി വാ, ആരാണെങ്കിലും ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോ 3 പേര് എഴുന്നേറ്റ് വന്നു. ഈ ഹെൽമെറ്റ് ഇതൊക്കെ ഇട്ടാല് ആളെ തിരിയില്ല. അപ്പോ ഉത്തുബത്ത് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ 3 പേരും ആരാണ്? അന്നേരം പറഞ്ഞു, ഞങ്ങൾ 3 പേരും മദീനത്തുകാരായ അൻസാരികളാണെന്ന് പറഞ്ഞപ്പോ ഉത്തുബത്ത് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആളെ അസാധ്യ ബുദ്ധിമാനാണ്. മക്കത്തിൽ നിന്ന് കൊണ്ടുവന്ന മുഹാജിരീങ്ങളായ അനുയായികളെ മാറ്റി നിർത്തിയിട്ട് പാവപ്പെട്ട മദീനത്തുകാരായ വയലിൽ പണിയെടുക്കുന്ന കർഷകരെ ഞങ്ങളെ മുന്നിലേക്ക് വിട്ടു. ആ പാവങ്ങൾക്ക് ഇതിന്റെ കൂട്ടൽസ് തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളെ നാട്ടുകാരെ രക്ഷപ്പെടുത്തിയിട്ട് മദീനത്തുകാരിങ്ങോട്ട് പറഞ്ഞു വിടുകയോ? അതുകൊണ്ട് ഞങ്ങൾക്ക് അൻസാരികളെയല്ല വേണ്ടത്, മുഹാജിരീങ്ങളെയാ വേണ്ടത്. വാഴും മക്കാമുൽഖുറാവിന് വന്നവരാകിടണം. വങ്കിഷമെങ്ങളിൽ നീ ഒരുത്തൻ ഭവിത്തെടുത്തുള്ള ഗുണം. അവനിലെ എന്തും പണ്ടും ഉള്ളവനാകും എണ്ണും കിളിപ്പൂമേൽ പുഷ്കരമാകും പണ്ടും പണ്ടേ കാരുണ തിന്നും കൊണ്ടേ മാർഗമതൊന്നും വേണ ഈ വഴി സാരം എണ്ടും പാരമൊളിന്തവയാളികളെ പാടമറിത്ത് കൊണ്ടും പാരമൊളിന്തവയാളികളെ പാടമറിത്ത് കൊണ്ടും കൂടുതൽ വാക്കുകൾ വീണെടുത്തേ കോൽമണി നായകിയാൾ ഖദീജാതെ സൗജത്ത് സമ്മതിത്തേ ആളവൾക്കുള്ളെ കൂടാ കൊടുത്തും അഹ്ലീശരെപ്പെടുത്തേ ആടും പശക്കമെന്നാണത്തം നിന്നിൽ ആടിപ്പരക്കെയുത്തേ കൊണ്ടും പിണ്ടും മുറയിലെ പൊണ്ടം കൊണ്ടും തിരിയുക നിന്നും രണ്ടായി പദമത് പണ്ടാണല്ലോ കൂറുറ്റമുതായി നമ്മകൾ നമ്മളിൽ പോരുറ്റുവാൻ നമ്മളിലാക്കിയല്ലോ കണ്ടാൽ തുണ്ടും ഇരുപുറ ചെണ്ടായിട്ടും ഇവകളെ വേണ്ടാക്കിണ്ട സമുടതുണ്ടാലല്ലോ കലകത്തും ഇപ്പള് മൊഴിയില്ല മാറുക ഹജ്ജ് മുഹാജിറുകളാ
കലകത്തുക്കിപ്പോൾ വഴിയില്ല മാറുവാൻ അർജു മുഹാജിറുകളാ. വെല്ലുവിളിച്ചു, ഞങ്ങൾക്ക് വേണ്ടത് മുഹാജിരിങ്ങളെയാണ്. മക്കത്തെ ഖദീജ ബിബിയുടെ പണം കൊണ്ട് ദീന് വളർത്താൻ നോക്കി നിങ്ങൾ. ആരെ വെല്ലുവിളിക്കണം? ഉത്ബത്തും അബൂജലും പറയാണ്, മക്കത്തെ ഖദീജ ബിബിയുടെ ഹുവൈലിദിന്റെ മകൾ ഖദീജാന്റെ പണം കൊണ്ട് ദീന് വളർത്തി നിങ്ങൾ. അവസാനം ഖദീജ മരിച്ചു റളിയല്ലാഹു അൻഹ. അപ്പൊ നിങ്ങൾക്ക് ആരുമില്ലാണ്ടായി. അപ്പൊ നിങ്ങൾ നാട് വിട്ടു. എന്നിട്ട് നാട് വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതുവഴി കൊണ്ടുപോകുന്ന സമ്പത്ത് കൊള്ളയടിക്കാൻ നോക്കി. ആ കൊള്ളയടിക്കാൻ നോക്കിയിട്ട് ഞങ്ങളത് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എന്നാൽ ഞങ്ങളോട് വമ്പ് കാണിക്കാനോ നിന്റെ നാട്ടുകാരായി നമ്മുടെ നാട്ടുകാര് ഞങ്ങളുടെ കൂടെ മക്കയുടെ തെരുവീതികളിൽ മക്കയുടെ പട്ടണങ്ങളിൽ ആയുധം അഭ്യാസങ്ങൾ അഭ്യസിച്ചവരില്ലേ നിങ്ങളുടെ കൂട്ടത്തില്? അവരെ പറഞ്ഞുവിട്. പാവപ്പെട്ട മദീനത്തെ കർഷകരായ വയലിൽ പണിയെടുക്കുന്ന കർഷകന്മാരെ പറഞ്ഞുവിടല്ല. കൃഷിപ്പണിയെടുക്കുന്ന ആൾക്കാരാണ് മദീനത്തുകാര്. അവരെ വേണ്ട ഞങ്ങൾക്ക്. മുഹാജിറുകളെയാ വേണ്ടത്. അവിടെ നിങ്ങോട്ട് ഹിജ്റ വന്നവരെയാണ് വേണ്ടത്. ഇത് പറഞ്ഞപ്പോ മുഹാജിരിങ്ങളെ വേണമെന്ന് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് 3 പേര് മുമ്പിൽ നിന്ന്. മുഹാജിറിന്റെ വാക്കു കേട്ട് മുന്തി മൂണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും ബിൻ ഹംസയും വഹൈദര. മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും ബിൻ ഹംസയും വഹൈദര. ജിഹാബിഹത്ത് 2 സഫിദക്ക് ചെണ്ട് ഹാദിറ, ചീർമതം ധരിത്ത് കൊണ്ട് ചോടി അന്ത്യ കാഫിറ. മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും ബിൻ ഹംസയും വഹൈദര. മഹാബിലത്തെ മുത്തെ അബുതാനികളെ ഇറ മതലെടുത്ത് ഉങ്ങളാട ദുഃഖമൈ മുഹാജിറ. മുഹാജിറിന്റെ വാക്കു കേട്ട് മുന്തി മൂണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും ബിൻ ഹംസയും വഹൈദര. ഇഹാനത്താക്കി 2 നീരറിയുമല്ലോ അക്തറ, എങ്കിലും പിറന്തോരാകും ഉന്നിൽ ഖുറ. മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും ബിൻ ഹംസയും വഹൈദര. കൂറി അപ്പോൾ കാഫിറുകൾ എമൈക്കുമൈ ബറാബറ, കുഫുവതൊത്ത നമ്മുടെ കുടുംബമാ പകയര. മുഹാജിറിന്റെ വാക്കു കേട്ട് മുന്തി മൂണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും ബിൻ ഹംസയും വഹൈദര. ഞങ്ങൾക്ക് മുഹാജിരികളെ വേണം. നാട്ടുകാരെ രക്ഷപ്പെടുത്തിയിട്ട് അങ്ങനെ വലിയ ആളാവേണ്ട എന്ന് റസൂലുള്ളാഹി വെല്ലുവിളിച്ചപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു. 3 ആളോട് എഴുന്നേക്കാൻ പറഞ്ഞു. 3 ആള് നാട്ടുകാർ മാത്രമല്ല കുടുംബക്കാരാണ്. ആ വാദം മൊത്തം അങ്ങോട്ട് പൊളിക്കാൻ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഉടനെ വിളിച്ചു, യാ ഉബൈദ. ഉബൈദത്ത് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഉബൈദത്ത് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അടുത്ത വിളി, യാ അമ്മി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അടുത്ത ആളാരാ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ 3 പേരോട് എഴുന്നേക്കാൻ പറഞ്ഞു. 3 പേരും വന്നു മുന്നിൽ നിന്നു. അപ്പൊ ഒരഭിപ്രായത്തിൽ പറയുന്നുണ്ട്, ഉത്തബത്ത് അവരോട് പറയുന്നു, നിങ്ങൾ വർത്താനം പറ, ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാനാണ്. നിങ്ങൾ വർത്താനം പറയണം, ഞങ്ങൾക്ക് പരിചയപ്പെടാനാണ്. കാരണം വേഷം കണ്ടാൽ മനസ്സിലാകൂല, ഹെൽമെറ്റും പണയം കിട്ടിയല്ലേ. അതുകൊണ്ട് നിങ്ങൾ വർത്താനം പറ, നിങ്ങൾ പരിചയപ്പെടുത്ത്, ഞങ്ങൾക്ക് ആളെ നോക്കണം തോന്നുന്നു. അപ്പോ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനാസദുല്ലിലാഹ്, ഞാൻ അല്ലാഹുവിന്റെ സിംഹമാണ്. അന ഹംസത്തു ബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനായ ഹംസയാണ്. അപ്പൊ ഉത്ബത്ത് പറഞ്ഞു, അടിപൊളി, ആള് തിരക്കില്ല, ഞാൻ വിചാരിച്ച ആളുണ്ട്. നിങ്ങൾ ആരാണ്? അന ഉബൈദത്ത് ബിൻ ഹാരിസ, ഞാൻ ഹാരിസിന്റെ മകനായ ഉബൈദാണ്, അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ട. അടുത്തതോ ഇതേതാന്ന്? അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു പാവപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് ആണ്. അന്നേരം പറഞ്ഞു, ഉത്ബത്ത് പറഞ്ഞു, നിങ്ങൾ 3 പേരും ഞങ്ങൾക്ക് യോജിച്ച ആളാണ്, മാന്യരായ കടക്കാരാണ്, നാട്ടുകാരാണ്, ധീരന്മാരാണ്, ശൂരന്മാരാണ്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന് 63 വയസ്സുണ്ടെന്ന്. 63 വയസ്സുണ്ട് അന്ന് ഉബൈദത്ത് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. 63 വയസ്സ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. ആനങ്ങാണ്ട് പുരയിൽ വീടിയും വെച്ചിരിക്കേണ്ട പ്രായമാണ് നമ്മളെങ്കിലും. മക്കൾ പണിയെടുക്കാതെ നമ്മൾ വെറുതെ ഇരിക്കാന്നുള്ള സമയത്ത് 63 വയസ്സ് എന്നൊക്കെ പറഞ്ഞാല് 63 ഇപ്പൊ 10 തന്നെ ചെയ്യില്ല, 58 തന്നെ കഴിഞ്ഞു പോയിരുന്നല്ലോ. ഇപ്പൊ ഒരുപാട് വയസ്സുള്ള മനുഷ്യന്മാരുണ്ട്, അവർക്കൊക്കെ അല്ലാഹു ബോണസ് കൊടുത്തതാണ്. പടച്ച തമ്പുരാൻ അവർക്ക് ദീർഘായുസ് നൽകട്ടെ, നമുക്കൊക്കെ അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ.
63 വയസ്സുള്ള ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വന്നു ഉത്ബത്തിന്റെ മുന്നിൽ നിന്നു. ഹംസ റളിയല്ലാഹു അൻഹു ശൈബയുടെ മുന്നിൽ നിന്നു. തേറിപ്പോതു ബൈദത്തോട് ഉത്ബത്തോടും അലിയോ ധീരർ ഹംസ ശൈബത്തോടും പിൻ ഹിജാബിൻ മദ്ഹറം ഏറദം അലി വലീദിലും തുടർന്ന് ഹററം ഇരണമിൻ ഷദീദ് കൊണ്ട് ഇരുപുറം തഹയ്യറം. മുഹാജിറിന്റെ വാക്കു കേട്ട് മുന്തി മൂണ്ട് സിംഹരം മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാ. അലി റളിയല്ലാഹു അൻഹു വലീദിന്റെ അടുത്ത് നിന്ന്, വലീദ് ചെറുപ്പക്കാരനാണ്, അലിയാർ ചെറുപ്പക്കാരനാണ്. ഹംസ റളിയല്ലാഹു അൻഹു കുറച്ചൊരു മധ്യവയസ്കനാണ്. മധ്യവയസ്കൻ നല്ല വയസ്സൊന്നുമില്ല. ശൈബത്തും അങ്ങനെ തന്നെയാണ്. ഉത്ബത്ത് കുറച്ച് വയസ്സുള്ള ആളാണ്, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വയസ്സുള്ള ആളാണ്. മുഖാമുഖം നിന്നു. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ശൈബത്തോടാണ് ആദ്യത്തെ യുദ്ധം തുടങ്ങിയത്. പണ്ടൊക്കെ യുദ്ധകാലത്തിൽ ആദ്യം ദ്വന്ദ് യുദ്ധം ഉണ്ടാകും, ഒറ്റക്കൊറ്റക്ക യുദ്ധം, പിന്നെ കൂട്ടപ്പട. അത് ബദർ കഴിഞ്ഞിട്ട് ഉഹദില് അബൂ സുഫിയാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർ വന്ന് യുദ്ധം ചെയ്തപ്പോ അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞല്ലോ ഉഹദില്, ഇത് ബദറിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ആണോ, നമ്മൾ ഒറ്റക്കിറങ്ങിയിട്ട് നമ്മൾ ഒറ്റക്കിറങ്ങുന്നു, ഒറ്റക്കിറങ്ങുന്നു, നമ്മളെല്ലാം കൂടി മരിച്ചു വീഴുന്നു, അതുകൊണ്ട് എല്ലാവരും കൂട്ടപ്പട നടത്തിക്കോ, ജമായത്തായിട്ട് പോയിക്കോ. അന്നേരം ഒരുത്തം വിളിച്ചു പറഞ്ഞ് ശത്രുക്കളിൽ നിന്ന് ഒറ്റക്ക് പോയാ ഒറ്റക്ക് വരിക്കുക, ഒന്നിച്ചു പോയാൽ ജമായത്തായിട്ട് വയ്ക്കാം. ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. ദ്വന്ദ്വയുദ്ധമാണ് ആദ്യം ഉണ്ടാകുക. ദ്വന്ദ്വയുദ്ധം. ശൈബത്ത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ, ഉത്ബത്ത് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ, വലീദ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ. പക്ഷെ ആദ്യത്തെ വെട്ട് ഒരിക്കലും ആര് വെട്ടില്ല? ഇസ്ലാമിക സൈന്യം വെട്ടില്ല. ഒരിക്കലും ഇസ്ലാമിക സൈന്യം ഫസ്റ്റ് വെട്ട് വെട്ടാറില്ല. ആദ്യത്തെ വെട്ട് കൊടുക്കൂല. കാരണം എന്താ അറിയോ? അങ്ങനെ ഒരു പാരമ്പര്യം ഇസ്ലാമിലില്ല. അവർ വെട്ടിയാൽ തടുത്തിട്ട് തിരിച്ചു കൊടുക്കുക. തടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്നതിന് അക്രമം എന്നല്ല പറയാ, പ്രതിരോധം എന്നാ പറയാ. ആദ്യം വെട്ടിയാൽ അക്രമമാണ്. ആദ്യം വെട്ടിയിട്ട് അത് തടുത്തിട്ട് തിരിച്ചു കൊടുത്താലോ ആ വെട്ട് അപ്പോ ഇവര് 3 പേരും 3 ഭാഗത്ത് നിന്നും, ഒരു ഭാഗത്ത് തക്ബീർ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, പടച്ചോനെ ഇവരെ നീ ജയിപ്പിക്കണേ റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടി ഒരിക്കൽ നെടുമ്പുരക്കകത്ത് സുജൂദിലാണ്. നെടുമ്പുരുണ്ടാക്കി, ഒരു ടെന്റ് ഉണ്ടാക്കി. ആ ടെന്റിന്റെ അടുത്ത് ഒട്ടകത്തെ ഒരു കുതിരയെ പിടിച്ചു നിർത്തി. ആര്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിലാണ് റസൂൽ വിളിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് പലതും സംഭവിച്ചു പോയാൽ കുതിരപ്പുറത്ത് രക്ഷപ്പെട്ടോളണം. കാരണം മദീനത്തുള്ളവർ ഞങ്ങളെക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ, അവരെക്കാൾ വലിയ സ്നേഹം ഞങ്ങൾക്കൊന്നുമില്ല. കാരണം അവരും നന്നായി നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് നബിയെ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു മദീനത്തേക്ക് പോയിക്കോണം, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ ഒരു ടെന്റിന്റെ അകത്ത് നിർത്തിയിട്ട്, ആ ടെന്റിന്റെ അടുത്ത് ഒരു കുതിരയെ പോലും ഉറപ്പിച്ച് നിർത്തിയിട്ട്, ആ ടെന്റിന് കാവൽ നിന്ന 2 ആളാണ്. ഒന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ്. 2 അലി റളിയല്ലാഹു അൻഹു പിന്നീട് ചോദിച്ചല്ലോ, ഏറ്റവും വലിയ ധീരൻ ആരാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് ചോദിച്ചു. ഏറ്റവും വലിയ ധീരൻ ആരാണ്? അപ്പൊ മറുപടി പറഞ്ഞു, അങ്ങാണ്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും വലിയ ധീരൻ. ഇത് പറഞ്ഞപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഞാനല്ല ധീരൻ. ധീരൻ ആരാണെന്നറിയാം നിങ്ങൾക്ക്? ഏറ്റവും വലിയ ധീരൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനത്തെ ഒരു ധീരൻ ഇല്ലാന്ന്. റസൂലുള്ളാഹി കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖിനെ പോലത്തെ ധീരൻ വേറെ ആളില്ല. ഞാനല്ല ധീരൻ, അബൂബക്കർ സിദ്ദീഖാണ്. മക്കയിലെ കഅബാലയത്തിന്റെ അടുത്ത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് റസൂലുള്ളാഹിനെ ശത്രുക്കൾ അടിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അല്ലെന്നാണ് പറയാണ്, ഞാനന്ന് കുട്ടിയാണ്. റസൂലുള്ളാഹിനെ അടിക്കായിരുന്നു ശത്രുക്കൾ. കഅബത്തിന്റെ അടുക്കൽ വെച്ച് അടിച്ചു. അപ്പോ മുസ്ലിങ്ങളായ കുറെ ആൾക്കാർ കൂട്ടത്തിലുണ്ട്. അവരാരും അങ്ങോട്ട് പോയില്ല. എല്ലാവരും പേടിച്ചിട്ട് ഇങ്ങനെ നോക്കി നിന്നു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് ഓടി വന്നു. ഒരാൾ അടിക്കുന്നു, മറ്റേ തടുക്കുന്നു, മറ്റേ കുത്തുന്നു, റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്തുന്നു. അബൂബക്കർ സിദ്ദീഖാണ് ശത്രുവിന്റെ മുന്നിൽ പോരടിച്ചത്. അബൂബക്കറിനെ പോലത്തെ ധീരനെ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ലെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അറിയ. അബൂബക്കർ സിദ്ദീഖാണ് റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ഉള്ളത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ടെന്റിന്റെ പുറത്തുണ്ട്. റസൂലുള്ളാഹി നെടുമ്പറിയുന്ന യുദ്ധം അങ്ങനെ നോക്കി കാണാൻ. ഇടക്കിടക്ക് പോയി സുജൂദ് ചെയ്യും, ദുആ ചെയ്യും, എന്നിട്ട് പിന്നെ യുദ്ധം നോക്കും. നീണ്ട യുദ്ധാണ്. അവസാനം ശൈബത്തും അലി ഇബ്നു അബീ ത്വാലിബും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാന കെടുതി ഇങ്ങനെയായിരുന്നു.
അടുക്കവേ ഒരു വെട്ടിക്കൂടയുടനെ തടുക്കവേ ഈറമുട്ടിക്കൂടെ ചെയ്വത്തേകുത്ത് താനൊടുത്ത് തേരി ഹംസപ്പാട് കൽക താലടിത്തിട്ടോണ്ടെടുത്ത് തടവോട് നീട്ടും അടവോട് ചാട്ടും തടമിട അടൽ കൊണ്ട് തുടർവിന കടുക്കിട തടിവേടും പിന്നെ പല്ലെ പാടുമെത്തിരെ ചോടുരത്തൊയിൽ കരിശനമാ ഇരുപുറം തഹയറിനാൽ വിലക്കവെ ഈകൾ ഹംസ ശൈബത്തുമായി പിറക്കവെ ഊരം ഹരിശരി ഹംസത്താൻ അടുക്കവെ ഒരു വെട്ടിക്കൊടയുടനെ തടുക്കവേ പൊരിന്തേലുണ്ടായുധത്തിൽ ഭൂവിക്കിളരവെ പൊഴിമാർ ഉരത്തിനിൽ മറുത പക്ഷുശലിപോൽ പൊങ്ങിക്കടത്തിന് മാച്ചുടർ കതിർമാറൻ ശൂരണത്തിന് പോരുറമ്പൽ കേൾക്കിലപ്പ് കോട്ടിരക്കോൾ നാലും മറ്റും പാർവയക്ക പേദമറ്റ പോതിൽ ഹംസ ചാടി വെട്ടി വെട്ടത് കുഫുറിൽ തട്ടിട ചുമലിൽ വിളകിരു പൊളിയത പിളറവയുടനവ വിഗ്രമെ ബലികളി താളമച്ചുമടു ആടിയ കളവിളനിലയാ ഇരുപുറം തഹയറിനാൽ വിലക്കവെ ഈകൾ ഹംസ ശൈബത്തുമായി പിറക്കവെ ഊരം ഹരിശരി ഹംസത്താൻ അടുക്കവേ ഒരു വെട്ടുകൊടയുടനെ തടുക്കവേ. ശൈബത്തുമായുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഘടികം ആഞ്ഞൊന്ന് വീശിച്ചു. അപ്പൊ നോക്കുമ്പോ വലീദും വലിയും തമ്മിൽ ഭയങ്കര പോരാട്ടാ. രണ്ടാളും കുതിരപ്പുറത്ത് ഇറങ്ങിയിട്ട് നിലത്തുന്ന പോരാട്ടം തുടങ്ങി. നിലത്തുന്ന പോരാട്ടാണ്. രണ്ടാള് ദുൽദുൽമെന്ന് അരിയല്ലാന്ന് ചാടിയിട്ട് താഴേക്കുണ്ട്, വലീദും താഴേക്ക് ചാടിയിട്ടുണ്ട്. കുതിരപ്പുറത്ത് ചെയ്യുന്നതിന് നേരാമണ്ണം നിലത്തുന്ന പോലെ ചെയ്യാൻ കഴിയില്ലോ. രണ്ടും നിലത്താണുള്ളത്. ഒരു തരത്തിലും വലീദിനെ തോപ്പിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര ആളാ വലീദു, ചെറുപ്പക്കാരനാണ്. അവസാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്തോ ഒരു പൂഴിക്കടങ്ങാൻ പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാലം നിലത്ത് കൂത്തിയിട്ട് മറ്റേ കാലം ഒറ്റ കറക്കാട്ട് കറങ്ങി. കറങ്ങുമ്പോൾ ഇങ്ങനെ മണ്ണും അങ്ങനെ ആക്കി. അപ്പൊ ഈ മണ്ണങ്ങ് പാറി വലീദിന്റെ കണ്ണിലേക്ക് മണ്ണ് കയറി വലീദിന് ഒരു സെക്കൻഡ് ഉടൽ ദൃഷ്ടിയോ നേരെ വെച്ച് ചോടെ കുത്തി കൂടെ തട്ടി ചാടി വെട്ടും ചേരയെത്തി ചോടി നീട്ടി ചാഞ്ഞൊഴിത്തും ഓരോ കൂട്ടം കൂട്ടമെഷതിത കടലിൽ വലിത കൊടുമയിൽ ഒരു അലി ഒരു പടർശീരമിലെ കൊണ്ടുടൽ പിളർന്നണ്ട് പിളുന്ന് പോതലി താമം ഹംസത്തന്നറുകണവാ ഇരുപുറം തഹയറിനാൽ വിലക്കവെ ഈകൾ ഹംസ ശൈബത്തുമായി പിറക്കവെ ഊരം ഹരിശരി ഹംസത്താൻ അടുക്കവേ വെട്ടിക്കൊടയുടനെ തടുക്കവേ. മഹാനായ അലി റളിയല്ലാഹു അൻഹു വലീദിനെ കൊന്നു, ശൈബത്തിന് ഹംസ റളിയല്ലാഹു അൻഹു കൊന്നു. രണ്ടാൾ സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ് മാറി നിൽക്കാണ്. മാറികൾ തിരിഞ്ഞു വരാണ്. തിരിഞ്ഞു വരുമ്പോ ഒരു വിളി കേൾക്കുന്നുണ്ട്, അല്ലാഹ്. രണ്ടാൾ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പെരടി നോക്കിയിട്ട് ഉതുബത്തിന് വെട്ടുപെട്ടിയതാണ്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് മാറി ആ വെട്ട് ഒഴിവാക്കാൻ. പക്ഷെ ആ വെട്ട് നേരെ വന്നിട്ട് കാലിന്റെ തുടക്കം കിട്ടിയത്. കല കല കലമുന്നപ്പോൾ കടുകവെ പെടുത്തണം എന്തുത്ത് പത്തും മല പല കുലുങ്കിടും തായവേ കുത്തും മാച്ചുമടടി കുതിരകളും ചുറ്റും കാറമുട്ടിട്ടോൻ പ്രത്യേക വെട്ട് കാൽ തുടക്ക് ഊരറ്റ പൂതലത്തിൽ വീണു വൈതത്തോർ കിടക്ക് കിടയിലെ അലിയും കടു ഹംസ പുലിയും കിരന്തടുത്തൊത്ത് പത്ത് കുലത്തുടനോ മൈതത്തെ കിടപ്പിന്ന് അങ്ക് അടി പാറിക്കൊണ്ടെടു തവ ചെന്നെടുത്തണു നടുപുകിന്ത. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാൽത്തോടയിലേക്ക് ഉതുബത്ത് വെട്ടിയപ്പോ അല്ലാഹ് വിളിച്ച് താഴേക്ക് വീഴാണ്. താഴേക്ക് വീഴുമ്പോഴേക്ക് ഉതുബത്തും ചാടുന്നുണ്ട്. ആര്? ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വെട്ടാൻ വേണ്ടിയിട്ട്. കുതിരപ്പുറത്ത് താഴേക്ക് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വീഴുന്നു, ഉതുബത്ത് ചാടി വീഴുന്നു. മറുഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഒരു ചാട്ടം ചാടുന്നു. ഒരൊറ്റ വെട്ട് ഉതുബത്തിന്. ഉതുബത്തും പോയി. ഉടനെ രണ്ടാൾ കൂടി വാരി ഉബൈദത്ത് റളിയല്ലാഹു അൻഹു രണ്ടാൾ ചേർന്നു. കാലിന്റെ തൊടയിന്ന് ചോരങ്ങൾ ഒലിക്കാണ്. നേരെ കൊണ്ടുവന്നില്ല ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുഹദറത്തിൽ കൊണ്ടുവന്നു.
ഉബൈദത്ത് റളിയല്ലാഹു പൊട്ടിക്കരയായിരുന്നു. അപ്പൊ പുണ്യനബിയുടെ മടിയിലാണ് ഉബൈദത്ത് റളിയല്ലാഹു തല വെച്ചിട്ടുള്ളത്. അപ്പൊ ചോദിച്ചു, എന്തിനാ ഉബൈദത്ത് കരയുന്നത്? പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി സുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിത് വരും വഴി കൊഴുകൈതമ്മ നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നിശ തിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ ഉഗന്ധേ നജിയുള്ളാടവർ ചൊല്ലവേ ഉടയോ പുകഴ്ന്നിട്ടേ റസൂലുള്ളാവേ വെഞ്ച കളം വിട്ട് പിരിന്തോ നാനേ വെളിച്ചേ ഷഹീദാമോ അനാ പൊന്മാനേ പൊൻചെമ്പക പൂച്ചുണ്ടനക്കിയുമ്മീ പൊരി ഹുസൈന ഉത്തബന അമ്മീ. ഉബൈദത്ത് റളിയല്ലാഹു കരഞ്ഞപ്പോൾ റസൂൽ എന്തിനാ ഉബൈദ കരയണത്? അപ്പൊ പറഞ്ഞു, എനിക്ക് ഷഹീദാക്കാൻ ആഗ്രഹമുണ്ട്. യുദ്ധക്കളത്തിൽ ഞാനിപ്പോ പുറത്താണല്ലോ, ഞാൻ ഇങ്ങനെ കാല് പറഞ്ഞിട്ട് യുദ്ധക്കളത്തിന് പുറത്തുനിന്ന് മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ? അപ്പോഴാ പുണ്യനബി പറഞ്ഞത്, ഉബൈദത്തെ ബദറിന്റെ യുവക്കളത്തിൽ നിന്ന് വെട്ടുകിട്ടിയിട്ട് ഉബൈദത്തെ ഇവിടെ നിന്ന് മരിച്ചാലും നിങ്ങൾക്ക് 100% ഷഹീദിന്റെ കൂലിയാണ്. അപ്പോഴാണ് മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു പുഞ്ചിരിച്ചത്. വേദനയൊക്കെ മൂപ്പര് മറന്നുപോയി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സഫ്രാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഉബൈദത്ത് റളിയല്ലാഹു ഈ ലോകം വിട്ടുവിട്ട് പറഞ്ഞു പോയത്. യുദ്ധം ഒരു ഭാഗത്ത് കൊടിപ്പേര് കൊണ്ടിട്ടുണ്ട്. ശത്രുക്കള് ഒറ്റക്കൊറ്റക്കുള്ള യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റക്ക് പോയി ഒറ്റക്ക് മരിക്കുന്ന ഇവർക്ക് ഉറപ്പായി. പിന്നെ ഇവര് കൂട്ടപ്പടക്ക് അബൂജഹൽ നേതൃത്വം കൊടുത്തു. അബൂജഹൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇസ്ലാമിക സൈന്യം കൂട്ടപ്പടയിലേക്ക് രംഗത്തിറങ്ങി. തിരിച്ചും മറിച്ചും പെട്ട അബൂദുജാന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരുത്തൻ ഉദരരോഗമുള്ള ഒരു കുടലുള്ള ചെറിയ കുട്ടിനെ, പെൺകുട്ടിനെ ഇവിടെ ഇരുത്തിയിട്ട് എന്നോട് ധൈര്യമുള്ളവൻ ആരാണ് യുദ്ധം ചെയ്യാൻ? ഞാൻ ദാത്തുൽ ഖർഷിന്റെ ബാപ്പയാണ്, ദാത്തുൽ ഖർഷിന്റെ ബാപ്പയാണ്, എന്നോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ളവൻ ആരാടാന്ന് വെച്ചു. ഇരുമ്പിന്റെ ഒരു മൊനുള്ള ഒരു ബടി ഉണ്ടായി എൻ്റെ അടുത്ത്. ഇരുമ്പിന്റെ മൊനുള്ള ഒരു ബടി ഒരൊറ്റ കുത്തുകൊടുത്തന്റെ കണ്ണിലേക്ക് അങ്ങനെ ഓനെ ഞാൻ കൊന്നിട്ട് ആ ബടി ഞാൻ സൂക്ഷിച്ചു. പിന്നീട് യുദ്ധം കഴിഞ്ഞപ്പോ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അബൂദുജാന നിങ്ങൾ ആ ബടി എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ ആ ബടി റസൂലുള്ളാഹിക്ക് കൊടുത്തു. റസൂലുള്ളാഹി വഫാത്തായപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉപയോഗിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ആ ബടി കറങ്ങിത്തിരിഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. ഓരോരുത്തരും ആ ബടി ഉപയോഗിച്ച് മാറിയിരുന്നു. ആ ദാത്തുൽ ഖർഷിന്റെ കണ്ണിലേക്ക് കുത്തിയ ആ ബടി, ശരിക്കും ആ ബടി മഹാനായ സുബൈർ ബിൻ അബ്ബാം റളിയല്ലാഹു അൻഹുവിന്റെ ബടിയായിരുന്നു. അത് പകരം വാങ്ങിയിട്ട് മൂപ്പര് കുത്തിയതാണ് ചരിത്രപ്പെടുന്നത്. അവസാനം ആ ബടി സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ കയ്യിലേക്ക് ആ ബടി തിരിച്ചെത്തുകയും ചെയ്തു. കാലങ്ങൾ കറങ്ങി തിരിഞ്ഞപ്പോൾ എന്ന് ചരിത്രത്തിൽ കാണാം. ഏതായാലും കൊടുമ്പിരി കൊണ്ട് യുദ്ധം നടക്കുന്നത്. യുദ്ധത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് മറച്ചു വെക്കാം. കാരണം അപ്പോഴാണ് നമ്മൾ ശൈത്താൻ വരുന്നത്. റസൂലങ്ങനെ ദ്വാരക്കാണ്, പടച്ചവനെ സഹായം വേണമല്ലാ, സഹായം വേണമല്ലാ, സഹായം വേണമല്ലാ. അങ്ങനെ ദ്വാരന്ന് ഒരു ഉറക്കം ബാധിച്ചു പുണ്യനബിക്ക്. ചെരിഞ്ഞിങ്ങനെ ഉറങ്ങായിരുന്നു. പെട്ടെന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബൂബക്കർ, അല്ലാഹുവിന്റെ സഹായം വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ സഹായം വന്നിട്ടുണ്ട്, മലക്കുകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങണം. അപ്പോഴാണ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിൽ ഇബ്ലീസ് വന്നിട്ട് അബൂജഹലിന്റെ അനുജനായ അംർ ബിൻ ഹിഷാം എന്ന അബൂജഹലിന്റെ പേര്. അപ്പൊ അനുജനായ ഹാരിസ് ബിൻ ഹിഷാമിന്റെ കൈപിടിച്ചു. ഹാരിസ് ബിൻ ഹിഷാം പിന്നീട് മുസ്ലിമായി കേട്ടോ. അബൂജഹലിന്റെ സഹോദരൻ പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. അപ്പൊ അബൂജഹലിന്റെ അടുത്താണ് ഹാരിസ് രണ്ടാളിങ്ങനെ കൈപിടിച്ച് നിൽക്കാൻ. ആ ഘട്ടത്തിലാണ് മലക്കൾ ഇറങ്ങേണ്ട കണ്ടത്. മലക്കൾ ഇറങ്ങുന്നത് കണ്ടപ്പോ ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി അവിടെ നിന്ന് ഓടി മാറി. അപ്പോ മലക്കുകൾ ഇറങ്ങി. അപ്പൊ ജിബ്രീൽ ഇങ്ങനെ ഇറങ്ങിയിട്ട്, ജിബ്രീലിന്റെ കുതിരയുടെ പേര് ഹൈസൂം എന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ ഇറങ്ങിയിട്ടുണ്ട്, ജിബ്രീലിന്റെ കുതിരയുടെ പല്ലിന് മണ്ണൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞു, ഹൈസൂം ഹൈസൂം അങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ മലക്കുകൾ വെട്ടിയ മയ്യത്ത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാല് മലക്കുകൾ വെട്ടിയത് മനുഷ്യന്മാർ വെട്ടിയ പോലെയല്ല. ആ വെട്ടിയ സ്ഥലത്ത് പുള്ളിയെ പോലത്തെ അടയാളം കാണുന്നുണ്ടാവും. ആ വിരലും വെട്ടുണ്ടാവും, ഇവിടെ ഉണ്ടാവും മലക്കുകൾ വെട്ടിയത്. അപ്പൊ അത് പുള്ളിയത് പോലെ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ തീയിൽ വെട്ടി ചുട്ട പോലെ ഉണ്ടാവും. മലക്കുകളുടെ വെട്ടിന്റെ പൗറാണത്. അപ്പോ അങ്ങനെയാണ് ബദർ യുദ്ധക്കളത്തിൽ അവസാനം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്റെ അടുത്ത 2 കുട്ടികൾ വന്നു.
മുആദും മുഅവ്വിദും അവർ എന്നോട് ചോദിച്ചു, ബാപ്പാ അബ്ദുറഹ്മാൻ ഫറദാനെ വിളിക്കാണ് മൂപ്പര്, ബാബാ നിങ്ങൾക്ക് അബൂജഹലിനെ അറിയോ? അറിയാലോ. ആരാണ് അയാള്? അതാ നിൽക്കുന്ന ആളാണ്. എന്താന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് അയാളെ കൊല്ലാനാണ്. ഞാൻ അബൂജഹലിനെ കാട്ടിക്കൊടുത്തു. അബ്ദുറഹ്മാൻ ഫറദ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച 2 കുട്ടികളുടെ ഇടയിൽ ഞാൻ സുരക്ഷിതനല്ലെന്ന്. അപ്പൊ അബൂജഹലിനെ കൊല്ലാനാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര മക്കളാണ്. പെട്ടെന്ന് 2 കുട്ടികളെ ഓടി അബൂജഹലിന്റെ അടുക്കൽ. അബൂജഹൽ ഇങ്ങനെ നിൽക്കുകയാണ്. അബൂജഹലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മഖ്സൂമി ഗോത്രക്കാർ, എന്നാൽ അബൂജഹലിന്റെ ഗോത്രമാണ് മഖ്സൂമികൾ. ഈ മഖ്സൂമികൾ എന്താ ചെയ്തെന്നറിയോ? അബൂജഹലിന്റെ ഡ്രസ്സ് വേറെ കിട്ടുകൊടുത്ത് എന്നിട്ട് അയാൾ അബൂജഹൽ എന്ന് വിചാരിക്കുക, അയാൾ അലി അള്ളാഹുവിന് കൊന്നു. പിന്നെ വേറെ കിട്ടുകൊടുത്തു, അയാൾ ഉബറദില്ലാഹുവിന് കൊന്നു. അങ്ങനെ ഓരോ ഈ ഡ്രസ്സ് അയച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുക മഖ്സൂമികൾ ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവസാനം ഒരാളോട് ഇടാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, പോയി പണിയിടാൻ നോക്കുന്നതാണ്, ഇട്ടോനെല്ലാം മരിക്കുന്നതാണ്. അവസാനം അബൂജഹലിന്റെ ഡ്രസ്സ് ഇടാൻ ആളില്ലാണ്ടായി. അപ്പോഴാണ് മുആദും മുഅവ്വിദും ഓടി വരുന്നത്. അവർ 2 പേര് തുടക്ക വെട്ടി. അപ്പോഴേക്ക് മീകായിന്റെ കുത്തുകെട്ടി അബൂജഹൽ മലർന്ന് വീണു. യുദ്ധക്കളം കൊടുമ്പിരി കൊണ്ടിട്ടുണ്ട്. അവസാനം അബൂജഹൽ കൂടി മലർന്ന് വീണപ്പോ ഇസ്ലാമിക സൈന്യത്തിന് വിജയം വരികയാണ്. പടച്ചറബ് വിജയം കൊടുക്കാൻ അവസാനം വിജയം കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ പ്രാർത്ഥന പടച്ചതമ്പുരാൻ കബൂലാക്കി. അബൂജഹൽ മറന്നു കിടക്കുമ്പോ യുദ്ധം ജയിച്ചു. ശത്രുക്കൾ 70ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പുണ്യനബി ചോദിച്ചു, അള്ളാഹുവേ എന്റെ ശത്രുവായ ലോകത്തെ ഏറ്റവും വലിയ ഫിറോനായ അബൂജഹലിനെ കൊണ്ട് എന്റെ കണ്ണ് സന്തോഷിപ്പിക്കണേ അല്ലാ. അവൻ മരിച്ചിട്ടുണ്ടോ? അവൻ എങ്ങനെ രക്ഷപ്പെട്ടോ എന്ന് വെച്ചു. ആ സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടിപ്പോയി ഇവനെ നോക്കുമ്പോ ഈ അലാഖിന്റെ ഹംക്ക് ഇങ്ങനെ വീട് കിടക്കാണ്. മല പോലത്തെ സാധനം ഇങ്ങനെ കിടക്കണം. അബൂജഹലിനെ കണ്ടപ്പോ മൂപ്പര് നെഞ്ചത്ത് കയറി കുത്തിയിരുന്നു. ആര്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് കയറി കുത്തിയിരുന്നു. എന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞു, അബൂജഹലേ ഇപ്പോഴെങ്കൊന്ന് ഷഹാദത്ത് ചൊല്ലിക്കടാ. കേളടാ കൊടിയ കേടാ, കേളടാ ചടയ മൂടാ, കേളടാ കേളടാ മുജാഹിലേ, കേളടാ കൊടിയ കേടാ, കേളടാ ചടയ മൂടാ, കേളടാ കേളടാ മുജാഹിലേ, കേളടാ കൊടിയ കേടാ, കേളടാ ചടയ മൂട, കേളടാ. തുടിതുടിക്കും ചകയ കടുകടുക്കും പകയ, തുടിതുടിക്കും ചകയ കടുകടുക്കും പകയ. ജഹലേ കേളടാ, കേളടാ മുജാഹിലേ, കേളടാ കൊടിയ കേടാ, കേളടാ ചടയ മൂട, കേളടാ. ചാളി ജഗത്ത പോലെ മാടി കിടപ്പവൻ ചാടും യാതുവല്ല നാടോ മഹ്സകല്ല. മടി കിടപ്പിലുടൻ കീഴേ മറിത്തിടുമ്പോൾ തൊളിത്തെഴുന്നിടുന്നു ഏഴമ്പ കടുകടുവ, കേളടാ കേളടാ അബൂജഹലേ, കേളടാ കൊടിയ കേടാ, കേളടാ ചടയ മൂട, കേളടാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹൽ എന്ന അലാക്ക് മയ്യത്തിന്റെ മേലെ ഈ സാധനത്തിന്റെ മേലെ കയറി നെഞ്ചത്തിരുന്നു. അപ്പൊ അബൂജഹൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. നല്ല വെട്ടും കിട്ടിയിട്ട് മലക്കിന്റെ ഒരു കുത്തും കിട്ടിയിട്ട് കിടക്കാണ്. അപ്പോ കണ്ണിങ്ങനെ തുറന്നു നോക്കി, മരിച്ചിട്ടില്ല ഈ സാധനം. കണ്ണുറന്നപ്പോ നെഞ്ചത്തിരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് കഅബത്തിൽ ആദ്യമായിട്ട് ഖുർആൻ ഓതിയാണ്. കഅബത്തിൽ വെച്ചിട്ട് ഉറക്ക ഖുർആൻ ഓതിയ മനുഷ്യനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അന്ന് അബൂജഹൽ ചെവി കുടിച്ച് തിരിച്ചു വലിച്ചു പൊട്ടിച്ചു ഇബ്നു മസ്ഊദിന്റെ. എന്നിട്ട് ആ സങ്കടത്തിൽ നബി ഇരിക്കുമ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെവി പൊട്ടി നോക്കി സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് നസല നബീന മുഖറബൽ അംലാക മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത്. പുണ്യ നബി സങ്കടം പറഞ്ഞപ്പോൾ ജിബ്രീൽ ചിരിച്ചുകൊണ്ട് പോയി കളഞ്ഞു. ഒരു മറുപടി മറിയാണ്ട് ചിരിച്ചുകൊണ്ട് പോയി. അതേ ഇബ്നു മസ്ഊദാ ഇരിക്കുന്നത് അബൂജഹലിന്റെ നെഞ്ചത്താ. അപ്പൊ അബൂജഹൽ കണ്ണൂർ നോക്കിയിട്ട് പറഞ്ഞു, ഏയ് ആടിനെ മേക്കാൻ പോകുന്ന ആട്ടിടയനായ നീ എന്താണ് എന്റെ ധൈര്യത്തിൽ നെഞ്ചത്ത് കയറിയുന്നത്? ആരാ ജയിച്ചത്, ആരാ തോറ്റത്? എനിക്ക് വിവരം പറഞ്ഞതാടാ. ആര് ജയിച്ചു, ആര് തോറ്റു? ഞാനിങ്ങനെ വീട് പോയതാന്ന്. അപ്പൊ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാർട്ടി ജയിച്ചടാ, നിന്റെ പാർട്ടി പൊട്ടിയടാ, ഇനിയെങ്കിലും നീ വിശ്വസിക്കടാന്ന്. അപ്പൊ പറഞ്ഞു, ഹേ നടക്കൂലെ ഇബ്നു മസ്ഊദ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബാളുകൊണ്ട് തലമുറിക്കാൻ പോകണം. മൂപ്പര് ചെറിയ ബാളാണ്, മൂർച്ച കുറഞ്ഞ ബാളാണ്. അപ്പൊ അബൂജഹലിനെ തലമുറിക്കുമ്പോൾ അബൂജഹൽ പറഞ്ഞു, ഇബ്നു മസ്ഊദിനോട് പറയാണ്, നിങ്ങൾ ആ ബാളങ്ങോട്ട് മാറ്റണം ഇബ്നു മസ്ഊദ്. എന്റെ ഭാഗത്ത് ഒരു വലിയ ബാളുണ്ട്, അടിപൊളി ബാള്, ഞാൻ കൊണ്ടതാ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല, അതിലെടുക്കാൻ വിടുപോയി. അതുകൊണ്ട് ആ ബാളെടുത്തിട്ട് എന്റെ തലമുറിക്കും ഇവിടെ നിന്ന് മുറിക്കരുത്, കാരണം ചെറിയ തലയായി പോകും. ഇവിടെ നിന്ന് മുറിക്കാം, താഴ്ന്ന് മുറിച്ചാൽ വലിയ തലയാവും. ആ വലിയ തല കൊണ്ട് പോയി നിങ്ങളെ നേതാവിന്റെ മുന്നിൽ വെക്കും, മുഹമ്മദിന്റെ മുന്നിൽ കൊണ്ടേക്ക്. ആ തല കണ്ടിട്ട് മുഹമ്മദ് ഒന്ന് ഞെട്ടിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഞാൻ ജീവിച്ചൊക്കെ സഫലമായിടാന്ന് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒടുക്കത്തെ പൂതിയിലടാ നമുക്ക് ഞാൻ ചെയ്തുതരാന്ന്. അവന്റെ വാളെടുത്തിട്ട് തലന്റെ അടിയിൽ തന്നെ അടിയിന്നിട്ട് മുറിച്ചിട്ട് തലയായിട്ട് മാറ്റി തലയെടുത്ത് കൊണ്ടുപോകുന്നില്ല. ആനത്തല പോലത്തെ തല
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയൊരു മനുഷ്യനാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് മെലിഞ്ഞതായിരുന്നു. ഒരിക്കലും മൂപ്പരെ ഡ്രസ്സ് പൊങ്ങിയപ്പോ ഈ കാല് കണ്ടപ്പോ സഹാബാക്കൾ പറഞ്ഞല്ലോ, ഇബ്നു മസ്ഊദിന്റെ കാല് നോക്കിയിട്ട് ഇതെന്തൊരു കാലാ നബിയെ, മെലിഞ്ഞ് ഇതെങ്ങനെ നിലത്ത് വെച്ച് മൂപ്പര് നടക്കുന്നു വെച്ചു. അപ്പൊ അള്ളാന്റെ നബി പറഞ്ഞു, ഇബ്നു മസ്ഊദിന്റെ കാല് മെലിഞ്ഞതായിട്ടല്ലേ നിങ്ങൾ കാണുന്നത്, ഉഹദ് മലയേക്കാൾ ശക്തിയുണ്ട് ആ മനുഷ്യന്റെ കാലിന്, അതിനേക്കാൾ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നുണ്ട് കാലിൽ നിന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യനാണ് ഈ അലാഖിന്റെ തലയെടുത്തിട്ട് ഒരഭിപ്രായത്തിൽ ഇവന്റെ പിന്നെ ഹെൽമെറ്റും ഇതൊക്കെ എടുത്തിന, മറ്റേ അഭിപ്രായത്തിൽ തലയെടുത്തിട്ട് പോയിന. അങ്ങനെയൊക്കെ തല ഉന്തി റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചിരിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ ഞാൻ മുമ്പ് മക്കത്തിന് ചിരിച്ചപ്പോ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായിട്ടില്ലേ, ചെവി മുറിഞ്ഞപ്പോ ചിരിച്ചിട്ട് പോയി എന്നിട്ട്, എന്നാൽ അന്ന് ഞാൻ ചിരിച്ചത് ഇതാണ്, അന്ന് ഇബ്നു മസ്ഊദിന്റെ ചെവി പിടിച്ച് പൊട്ടിച്ചതിന് ഇവന്റെ ചെവിയും ഇൻട്രസ്റ്റ് അടക്കം തലയടക്കം കിട്ടും, അതുകൊണ്ട് ഞാനന്ന് ചിരിച്ചിട്ട് പോയത് എന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ അബൂജഹൽ കൂടി കൊല്ലപ്പെട്ടപ്പോ ശത്രുക്കൾ പിന്തിരിഞ്ഞോടി. ഒരുപാട് പേരെ ബന്ദികളായി അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ പാർട്ടി പിടിച്ചു. ഉമയ്യത്ത് ബിൻ ഖലഫിനെയൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹു വെട്ടിക്കൊന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്തിട്ട് പോലും ഉമയ്യത്തിനെ കൊല്ലാതിരിക്കാനാവൂല. കാരണം എന്നെ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കിടത്തിയിട്ട് എന്നെ അബൂബക്കർ സിദ്ദീഖിനോട് ഞാൻ രക്ഷപ്പെട്ടതാ, ചുട്ടുപൊള്ളുന്ന മണ്ണിൽ പാറക്കല്ല് നെഞ്ചത്ത് കിടത്തിയിട്ട് എന്നെ ക്രൂശിച്ചവനാണ് ഉമയ്യത്ത്, ആ ഉമയ്യത്തിനെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ വൃത്തികെട്ട ഉമയ്യത്തിനെ അടക്കം നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽബുനീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ, നേരികെട്ട ഉമയ്യത്ത് യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതം മാറി വരാൻ. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൽ തേനിശല്, കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യ കലിമത്തുറപ്പിച്ച പൂങ്കരള്. അങ്ങനെ ബദർ യുദ്ധം ഇസ്ലാമിക യുദ്ധക്കളത്തിലെ എക്കാലത്തെയും അനുസ്മരിക്കപ്പെടുന്ന ഒരു വലിയ ചരിത്രമാണ്. എനിക്കത് പറയാൻ പറ്റില്ല, കാരണം മാത്രമല്ല നമ്മുടെ സമയത്തിന്റെ പരിധിയുണ്ട്, പോലീസ് സംഘടനകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന ബദർ യുദ്ധം പിൽക്കാല യുദ്ധങ്ങളുടെ മാതാവായി വിശേഷിക്കപ്പെട്ടു. ആ ബദർ യുദ്ധം അന്ന് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന നമ്മളൊന്നും ഈ രൂപത്തിൽ ഇരിക്കാനോ പറയാനോ ഉണ്ടാകുമായിരുന്നില്ല എന്ന പരമമായ സത്യം നമ്മൾ അറിയണം. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ബദരീങ്ങളുടെ കൂടെ സ്വർഗ്ഗം അല്ലാഹു നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മുടെ കുടുംബാദികൾക്കും അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കടം വീട്ടാൻ അല്ലാഹു മാർഗ്ഗം നൽകുമാറാകട്ടെ. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സമുദായത്തിലെ കുട്ടികൾക്ക് അല്ലാഹു നല്ല ബോധം കൊടുക്കുമാറാകട്ടെ. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ മക്കളെ അല്ലാഹു സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. കുടുംബത്തിനും സമുദായത്തിനും ഉപകാരപ്രദമായ നല്ല മക്കളായി അല്ലാഹു നമ്മുടെ മക്കളെ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ രൂപത്തിലാക്കി തരുമാറാകട്ടെ. നമ്മ എല്ലാവരെയും അല്ലാഹു ദീനിന്റെ മക്കളാക്കി തരട്ടെ. അല്ലാഹു ബദരീങ്ങളുടെ കൂടെ താമസിക്കാൻ, സ്വർഗ്ഗലോകത്ത് താമസിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അവരെ സ്നേഹിക്കുന്ന, അവരോട് ഇഷ്ടം വെക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമയ്ക്ക് വേണ്ടിയാണ് അവർ ഇത്രമാത്രം ത്യാഗം അനുഭവിച്ചത്. ആ ത്യാഗത്തെ മനസ്സിലോർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളായി ജീവിക്കുവാനും അതേ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അവസാനം ചെന്ന് കിടക്കുന്ന ഖബറിന്റെ അകത്ത് വിശുദ്ധ റസൂലിന്റെ സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് ആ പ്രകാശം അല്ലാഹു നൽകട്ടെ. ബിഫദ്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് വേദിയിലിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾക്ക്, എന്നെ ശബ്ദം ശ്രമിച്ച മുഴുവൻ നാട്ടുകാർക്ക്, പ്രദേശവാസികൾ എല്ലാവർക്കും ഞാൻ കൃത്യമായി സമർപ്പിച്ച ആദരണീയ ഉസ്താദുമാർക്കടക്കം ഞാൻ നന്ദി സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.